ഓക്കെ, ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ വൈഷ്ണവ്? ഇത് കാണുന്നുണ്ടോ എന്ന് പറയോ? മൈക്ക്. കാണാനുണ്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇതിലേ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വേറൊരു കോളേജിലെ ടീച്ചറോട് ചോദിച്ചപ്പോൾ അത് KTUവിന്റെ തന്നെയാണെന്നാണ് പറഞ്ഞത്. KTUവിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു പാറ്റേണിലോ ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മുടെ നോട്ടിലും കാര്യങ്ങളുള്ളതെല്ലാം പഠിക്കണം. അതിന്റെ കൂടെ ഇത് പഠിക്കാതെ വിടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാനല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് കാണാം, പാർട്ട് ബിയിൽ ഇത്തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിലിടും, ആയിഷ ഒന്ന് ഗ്രൂപ്പിലിടും. വിദ്യ മെയിൽ ഐ ഡിന്ന് കയറാൻ പാടുള്ളൂ എന്ന്, അല്ലെങ്കിൽ എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പിലിട്ടോളൂ സോയിൽ മെക്കാനിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതറിയില്ല കേട്ടോ, നമുക്കിത് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. യു ആർ നോട്ട്, ദ സീനിയേഴ്സ് വർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് ദീസ് തിങ്സ്, IS കോഡ്സ്. ബട്ട് അത് അറിയില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ തന്നെയാണോ എന്നുള്ളത് ഫുൾ വെരിഫിക്കേഷൻ ആയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് അത് പോട്ടെ. അതിൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ കാര്യം അറിഞ്ഞൂടാ. എന്തെങ്കിലും ഓർഡറുകൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് അത് പെർമിറ്റ് ചെയ്യുള്ളൂ. പിന്നെ നമ്മളത് വെച്ച് നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ, കാരണം ഇത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതുവരെ നമ്മളത് ഫോളോ ചെയ്തിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഇത് എഴുതി വരുന്നത്. ഇതിപ്പോൾ സ്റ്റുഡൻസ് ഇതാക്കിയതാണോ അതോ ഒഫീഷ്യലാണോ എന്നുള്ളതും ഇപ്പോൾ നമുക്ക് അറിയില്ല. സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്കിതിൽ പാർട്ട് എ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇത് 3 ഫേസ് ഡയഗ്രത്തിൻ്റെ അല്ലേ, 3 ഫേസ് ഡയഗ്രാം അല്ലേ ഇതിൽ ക്വസ്റ്റ്യൻ? ഐഷ ഇത് കാണുന്നില്ലേ, ഒന്ന് പറയാമോ? വൈഷ്ണവ ഒന്നും കൂടിയും പറയോ? ഇത് ഓക്കെ തന്നെ അല്ലേ? നേരത്തെ സ്ലൈഡായിരുന്നു, ഇപ്പൊ PDF ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ, ശരി ശരി. അപ്പൊ നോക്കി നോക്കൂ, ഇത് 3 ഫേസ് ഡയഗ്രാം ഒക്കെ അറിയണം കേട്ടോ. നമ്മള് സോളിഡ്, പിന്നെ അതിന് മുകളിൽ വാട്ടർ, എയർ എന്നുള്ള രീതിയിൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് യു ഹാവ് ടു മാർക്ക് ഓൾ ദി വോളിയോമെട്രിക് പാരാമീറ്റേഴ്സ് ആൻഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഡയഗ്രാം വെയിറ്റ് മെട്രിക് പാരാമീറ്റേഴ്സ് അല്ലേ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ടിലും മെറ്റീരിയലിലും ഉള്ള പോലെ മാർക്ക് ചെയ്തിട്ട് പിന്നെ എന്താണ് അവർ പറയുന്നത്, ഡ്രോ 3 ഫേസ് ഡയഗ്രാം ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ അവിടെ. ദെൻ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദിസ് എക്സ്പ്രഷൻ ഫോർ വോയിഡ് റേഷ്യോ. അപ്പോൾ VV/VS ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വോയിഡ്സിലുള്ള വാട്ടറിന്റെ വോളിമെട്രിക് ആയിട്ടുള്ള റേഷ്യോ ആണ്, അതായത് VW/VV എന്നൊക്കെ വരും അല്ലേ. നൗ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ, ഐ ഹാവ് ടു റൈറ്റ് ദി എക്സ്പ്രഷൻ. റൈറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഡെറിവേഷൻ എന്തായാലും പഠിച്ചിട്ടേ പോവാവൂ ഈ സംഭവം കേട്ടോ. ഗാമ D = അത് എന്താണ് ഇവിടെ, G+ES/1 + E into gamma W will be equal to gamma of the soil. Gamma S = G+ES/1 + E into gamma W എന്നുള്ളത് ആ ഡെറിവേഷൻ എന്തായാലും പഠിച്ചിട്ട് പോകണം. മനസ്സിലായോ? അപ്പോൾ അവർ ഇത് ജസ്റ്റ് എക്സ്പ്രഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഓരോന്നും എന്താണെന്നുള്ള എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി G ആണ്, E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ആണ്. അങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളതും അതിൻ്റെ യൂണിറ്റ് കൂടി എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. വോയിഡ് റേഷ്യോനൊന്നും യൂണിറ്റ് ഇല്ല, പക്ഷേ ചിലത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഒക്കെ പെർസെൻറ്റേജ് ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ മറ്റേ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണെങ്കിലോ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് kN/m³. പക്ഷേ ഇവിടെ ഡ്രൈ ഡെൻസിറ്റി എന്ന് ചോദിച്ചിരിക്കണേ. പിന്നെ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഡ്രൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ശരിക്കും എന്താണ്, G+ES/1 + E into ρW = ρS എന്നാണ് എഴുതേണ്ടത്. കാരണം ഡെൻസിറ്റിയുടെ രീതിയിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അങ്ങനെ എഴുതണം. അത്രയ്ക്ക് എഴുതിയാലാണ് 3 മാർക്ക് വരിക. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് നമ്മൾ ഇപ്പോൾ ആൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്ലേയുടെ മിനറോളജി പഠിക്കുമ്പോൾ ദീസ് ആർ 3 ടൈപ്സ് ഓഫ് ക്ലേ മിനറൽസ്. മനസ്സിലായി? നമ്മളിപ്പോൾ കാണുന്ന കുറേ ക്ലേ ഇല്ലേ, ഇപ്പോൾ പാടത്ത് കാണുന്ന ക്ലേ അല്ല, എന്താ പറയുക, പാഡി ഫീൽഡ്സിലുള്ളതായിരിക്കില്ല. മേ ബി ഇൻ ദ കോർ ഓഫ് ദി എർത്ത് അതായിരിക്കില്ല. എന്താ പറയുക, പുഴ ഭാഗത്തൊക്കെ ഉള്ളത് വേറെ ആയിരിക്കും.
അപ്പം അങ്ങനെ അപ്പം നമുക്കറിയാം ക്ലേ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇതാ എന്താ പറയുക, വേരിയേഷൻ ഇൻ ദ ക്ലേ ഇസ് ഡ്യൂ ടു ദി വേരിയേഷൻ ഇൻ ദ മിനറോളജി ഇൻസൈഡ് ദം. അപ്പം അത് കാരണമാണ് അത് വേരി ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഈ മിനറോളജി എന്ന് പറയുമ്പോൾ കയോലിനൈറ്റ് ക്ലേസ് ഉണ്ട്, മോൺമോറിലൈറ്റ് ക്ലേസ് ആൻഡ് ഇല്ലൈറ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതും ഒന്ന് മിനറോളജി പഠിക്കുമ്പോൾ ഇത് നന്നായി പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കഷൻ എന്ന് വെക്കുന്നുണ്ട്. ഞാൻ പ്രോബ്ലംസ് മാത്രമാണ് ഇന്നത്തെ ആ ഒരു നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ കിടക്കും. അപ്പോൾ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവും ഇതിലത്തെ. ഓക്കെ, നൗ ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു അല്ലേ. ക്ലാസ്സിൽ ആ പെർമിയബിലിറ്റി എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ നോക്കുമ്പോൾ നമ്മൾ അതിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? ഇതെന്ന് പറയുന്ന ഐ തന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം കോൺസ്റ്റന്റ് ഹെഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. Q = KI അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലേ, മനസ്സിലായി? ഇത് ക്ലാസ് നോട്ടിൽ നമ്മൾ ട്യൂട്ടോറിയൽ ലാസ്റ്റ് ചെയ്തതാണ്. അത് ഞാൻ പറയുന്നില്ല. ഇനി ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത് സിമ്പിളാണ്, ഒന്നുമില്ല. ബോസ്നസിന്റെ കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി ഇത് ഒരു ടഫാണെങ്കിലും ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ളതൊക്കെ തന്നെ ചോദിക്കാൻ പിന്നെ ചാൻസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലേയുടെ ടൈപ്പ് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ ഓവർ കൺസോളിഡേറ്റഡ് അണ്ടർ ക്ലേ. അതുപോലെ പ്രീ കൺസോളിഡേഷൻ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ രീതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഈ ലോഗ് സിഗ്മ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇവിടുന്ന് ടാൻജന്റ് വരച്ച് മീറ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഇവിടെ എപ്പോഴും ചോദിക്കുന്നതാണ് കൺസോളിഡേഷൻ. മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് കൺസോളിഡേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോളിഡേഷൻ, കോമ്പാക്ഷൻ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്റ്റേജസ് ഓഫ് കൺസോളിഡേഷൻ അല്ലേ, ഇനീഷ്യൽ കംപ്രഷൻ, സെക്കൻഡറി, പ്രൈമറി, അത് പഠിച്ചു കഴിഞ്ഞാൽ കൂടെ നമ്മൾ വിടാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. നോർമലി കൺസോളിഡേറ്റ്, ഓവർ കൺസോളിഡേറ്റ്, അണ്ടർ കൺസോൾ. അതിൻ്റെ കൂടെ പ്രീ കൺസോളിഡേഷൻ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ആ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വിട്ടുപോകാതെ പഠിക്കുക. മനസ്സിലായോ? ഇനി ഇത് നമ്മൾ എളുപ്പമല്ലേ, മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയൻ. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താ, നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നുമില്ല, എന്താ പറയുക, ടോയും സിഗ്മയും തമ്മിലൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി തന്നെയാണുള്ളത് അല്ലേ. ടോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ ആൻഡ് ഫ്രം ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു C + സിഗ്മ tan phi എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അത് ആ സ്ലൈഡിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ മാത്രമല്ല, കണ്ടോ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 3 ടൈപ്സ് ഓയിലിൻ്റെ യു ഹാവ് ടു സ്കെച്ച് ദി മോർ കൂളം ഫെയിലിയർ അല്ലേ. നമ്മൾ എക്സും വൈയും വരച്ചിട്ട് ഒറിജിനിലൂടെ ഒരു ഇൻക്ലൈൻ ലൈൻ ആയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, കോഷൻലെസ് ഓയിൽ അല്ലേ. പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ഫെയിലിയറിന് വിലപ്പെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ദ ഗിവൺ സോയിൽ ഈസ് എ പ്യുവർ ക്ലേ സോയിൽ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ മിക്സഡ് സോയിൽ ദർ വിൽ ഹാപ്പൻ എ വൈ ഇന്റർസെപ്റ്റ് അല്ലേ. ഒരു ഒറിജിനിൽ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മോർ എൻവലപ്പ് വരിക. അതും കൂടി ഇവിടെ വരച്ച് വെക്കണം. മനസ്സിലായോ? y = എന്നിട്ട് ആ ലൈൻ്റെ അവിടെ എന്ത് എഴുതി വെക്കണം, ദാറ്റ് ഈസ് S = C + സിഗ്മ tan phi അല്ലെങ്കിൽ ടോ = C + സിഗ്മ, ടോ എന്ന് എഴുതിയാൽ മതി. ടോ = C + സിഗ്മ tan phi എന്നുള്ളതും ആ ലൈൻ്റെ സൈഡിൽ മെയിലായിട്ട് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ A പാർട്ടിലുള്ളത്. നമുക്ക് ഓരോന്നിലേക്ക് കടന്ന് നോക്കാം കേട്ടോ. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും മൊഡ്യൂൾ 1 ആയിരിക്കും കുറച്ചൊരു, ബാക്കിയുള്ളതൊക്കെ ഒരു ട്രാക്ക് പിടിച്ച് പോയാൽ കിട്ടാവുന്നതാണ്. ഈ മൊഡ്യൂൾ 1 ആണ് ഏറ്റവും ഒരു മൊഡ്യൂൾ 2നെ ഒരു തുടക്കം. ഓക്കെ, ഈ പെർമിയബിലിറ്റി തൊട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായി മാറും. അപ്പം നിങ്ങൾ പാസ്സാവുന്ന രീതിയിൽ നോക്കുന്നവർ ആ പെർമിയബിലിറ്റി തൊട്ട് അതിനുള്ള ശേഷമുള്ളതെല്ലാം ക്ലിയർ ആവുക. മൊഡ്യൂൾ 1 എന്താ പറയുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക തന്നെ. പക്ഷേ ചിലപ്പോൾ അതിൽ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ മറ്റതെല്ലാം 100% പഠിച്ചിട്ട് ഇതും ഒരു പഠിക്കുക, പറ്റാവുന്ന പോലെ പഠിക്കുക. കാരണം അതിൽ വെറൈറ്റി കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. എവിടുന്ന് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, നമ്മൾ ഇതുവരെ കാണാത്ത തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളതിൽ അങ്ങനെ ചോദിക്കാൻ യാതൊരു വകുപ്പുമില്ല. ഇതിൽ 3ഉം 4ലും അങ്ങനെ ചോദിക്കാൻ സാധാരണ രീതിയിലില്ല. അതുപോലെ പെർമിബിലിറ്റിയിലും നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഏതാണ്, ക്ലാസ്സിലും ട്യൂട്ടോറിയലും ആയിട്ട് നമ്മൾ സർവ്വവിധ പ്രോബ്ലംസും ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ ചെയ്യാം. മൊഡ്യൂൾ 2 ഒക്കെയാണ്. പിന്നെ അതും തിയറി എല്ലാം പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ തിയറി അതോടെ അവിടെ സ്ട്രോങ് ആവുക. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഈ 9A എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. നമുക്കിപ്പോൾ നോക്കാം. ഇത് കെറോസിൻ യൂസ് ചെയ്തിട്ടാണ് അവർ അല്ലേ. നമ്മൾ പൈക്നോമീറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ,
നമ്മൾ the dry soil sample is poured into your pycnometer, then you are adding distilled water. That is the procedure, but here they have replaced their fluid with kerosene. അപ്പോൾ കെറോസിൻ വെച്ച് ചെയ്താൽ എന്താണ് മാറ്റം എന്നുള്ളതാണ്. സിറ്റുവേഷൻ ഒക്കെ സെയിം തന്നെ, ഒരു കുഞ്ഞൊരു മാറ്റമേ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ഓവറായിട്ടുള്ള 2 തരം, അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കാണുന്നില്ലേ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ജി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഗാമ എസ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഗാമ ഓഫ് ദി സോയിൽ അല്ലേ, ഗാമ എസ് അല്ലേ, കണ്ടുപിടിച്ചൂടെ. ജി തന്നിട്ടുണ്ട് പ്ലസ് ഇ എസ് ബൈ എസ് തന്നിട്ടുണ്ട്, ജി പ്ലസ് ഇ എസ് ബൈ 1 + ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗാമ ഡബ്ല്യു 9.81 ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കിട്ടും അല്ലേ. എസ് ഈക്വൽ ടു ഗിവൺ വാല്യൂ 0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ആ സെയിം ഇക്വേഷനിൽ എസിൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡ്രൈ എന്ന് പറയുമ്പോൾ എസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി സബ്മർജ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഗാമ സാറ്റ് അറിയാമെങ്കിൽ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗാമ സബ്മർജ് കിട്ടും കേട്ടോ. ഗാമ സബ്മർജിൻ്റെ ഇക്വേഷൻ അത് ഇതായിട്ട് പഠിക്കുക. G-1 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. സ്ലൈഡിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, G-1/1 അത് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതെന്നാണ്, ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്താൽ മതി. അതിൽ നിന്നാണ് ആ ഇക്വേഷൻ വന്നത്. ആ ഇക്വേഷൻ പഠിക്കണം എന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഗാമ സാറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗാമ സാറ്റ് മൈനസ് ഇതിൽ കേട്ടോ. അപ്പോൾ മറ്റേത് മേ ബി ജിയും ഇതൊക്കെ തന്ന് അങ്ങനെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അതറിഞ്ഞാൽ മതി. G-1/1 + ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു അല്ലേ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇതും നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് അവിടെ എത്തുമ്പോൾ നമുക്കത് എന്തായാലും ട്യൂട്ടോറിയൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൾക്ക് ഡെൻസിറ്റി ഇത്രയാണ് സോയിലിൻ്റെ അതിൻ്റെ റോ ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ഗാമ എസ് അല്ല, റോ എസ് അല്ലേ, 2.145 g/cc അല്ലേ ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താക്കണം, g/cc-യിലാക്കണം. അതായത് 2.145 g/cc എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ 2/10 അല്ല, 9.81 ആണ് ശരിക്കും ചെയ്യേണ്ടത്. അത് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുക. ഐ ആം അസ്യൂമിങ് എന്താ പറയുക, അത് ഇറ്റ് ഹാസ് 10 രീതിയിലാണ് 1 g/cc അല്ലേ, 1 g/cc അല്ല, 10 kN/m³. അതായത് 1000 kg/m³ ഡെൻസിറ്റി അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായോ? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്പോൾ എന്തായിരിക്കും, റോ എസ് എന്ന് പറയുമ്പോൾ 2.145 g/cc എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അസംഷൻസ് ഒക്കെ എഴുതാം, വിട്ടുപോവാതെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, റോ എസ് തന്നിട്ടുണ്ട്, വാട്ടർ സ്മോൾ വാട്ടർ 12% മീൻസ് 0.12, ജി എസ് എന്നാണ്, പക്ഷെ ജി ആണത്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.65. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റോ എസ് അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാമെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ചൂടെ അല്ലേ. ഇതാണ് ഇക്വേഷൻ. റോ എസും വാട്ടർ കണ്ടന്റും ഉണ്ടെങ്കിൽ റോ എസ് ബൈ 1 + വാട്ടർ കണ്ടന്റ് ഈക്വൾ ടു റോ ഡി, അതാണ് ഇക്വേഷൻ. അപ്പോൾ അത് കിട്ടും. ഇനി റോ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വേറൊരു റോഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, G+ES/1 + ഇ ഇൻറ്റു റോ ഡബ്ല്യു. പക്ഷെ അവിടെ ഡ്രൈ ഡെൻസിറ്റി ആയതുകൊണ്ട് G+0 ആയിരിക്കും, എസ് ഈക്വൾ ടു 0 വരും. അപ്പോൾ G റോ ഡബ്ല്യു ബൈ 1 + ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓൾറെഡി വി ഹാവ് കമ്പ്യൂട്ടഡ് വാട്ട് ഈസ് ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ വോയിഡ് റേഷ്യോ കിട്ടും. മനസ്സിലായോ? ഇനി പൊറോസിറ്റി ആണെങ്കിൽ ഇ കിട്ടിക്കഴിഞ്ഞാൽ N ഈക്വൾ ടു E/1 + ഇ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ അവിടെ അത് ഇവർ ചോദിച്ചിട്ടില്ല. ഇവർ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. അപ്പോൾ ES ഈക്വൾ ടു WG അല്ലേ, ഇ തന്നിട്ടുണ്ടായിരുന്നു, ഇ കിട്ടി. ഇപ്പോൾ എസ് തന്നിട്ടുണ്ട്, എസ് എത്രയാണ്, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് കിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് വരാം. ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൊഡ്യൂൾ 2 വരുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ്, നമ്മുടെ സോയിൽ ക്ലാസിഫിക്കേഷൻ IS ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ, അതും ഓൾറെഡി നമ്മുടെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചു. പെർമിയബിലിറ്റിയിലെ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇതെന്തായിരുന്നു, കോൺസ്റ്റന്റ് ഹെഡ് വച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എത്രയായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് പെർമിയബിലിറ്റിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ?
ഇതിൽ തരില്ല. അവർ കണ്ടോ, കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്തത് IS സ്റ്റാൻഡേർഡ് പെർമിയോമീറ്ററിൽ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ദെൻ അതിൽ 3 hours കൊണ്ട് 100 മില്ലി കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ആൻഡ് ഹെഡ് ഡിഫറൻസ് വാസ് മെയിൻറ്റെയിൻ. അപ്പോൾ H = 1 meter, സ്മോൾ h = 1 meter ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? Q = KIA അത് വെച്ചിട്ടല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ വോളിയം കൂടി എടുത്ത് അങ്ങനത്തെ രീതിയിലല്ലേ നമ്മൾ ചെയ്തേ? Q = KIA. സോ K = Q/IA. Q എന്ന് പറയുമ്പോൾ വോളിയം ബൈ ടൈം അല്ലേ? അപ്പം അങ്ങനെ ചെയ്തപ്പോൾ VL/AHT അങ്ങനെ ആയിരുന്നില്ലേ ഇക്വേഷൻ? വോളിയം ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹെഡ് കെപ്റ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ K കിട്ടും. മനസ്സിലായോ? ഇനി ആ സെയിം സോയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? വേരിയബിൾ ഹെഡ് ഓർ ഫോളിങ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിൽ ഉപയോഗിച്ചത്. അപ്പോൾ ആ K ഓൾറെഡി കിട്ടി. K കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Kയുടെ വേരിയബിൾ ഹെഡ് ആണെങ്കിൽ വേറെ ഇക്വേഷനാണ്. 2.303 log ആ സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സ്മോൾ A കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ A കിട്ടിയിട്ട് നമ്മൾ ചെയ്തതല്ലേ. അപ്പം അത് പഠിക്കണം എപ്പോഴും നല്ല രീതിയിൽ. പെർമിയബിലിറ്റി അധികം ഒന്നും പഠിക്കാനില്ല. അപ്പം അതുപോലെ ഇതും എളുപ്പമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. മൊഡ്യൂൾ 2 തൊട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ മൊഡ്യൂൾ 2ലും ഈ ഒരു ഭാഗമൊക്കെ ഇതിലിപ്പോൾ തിയറി വരും. പക്ഷെ ഇതിൽ കൂടുതൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടുതൽ കാണാറ് നമ്മുടെ ഈ എന്താ പറയുക, അതിൻ്റെ പേര് സെഡിമെൻറ്റേഷൻ അനാലിസിസ് അല്ലേ? ഹൈഡ്രോമീറ്റർ അനാലിസിസിൻ്റെ അസംഷൻസ്, കറക്ഷൻസ് അസംഷൻസ്, പിന്നെ അതിൻ്റെ സ്റ്റോക്സ് ലോ അത് ചോദിക്കാറുണ്ട്. സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്. ആ സ്റ്റോക്സ് ലോ അല്ലേ? ടെർമിനൽ വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രീ ബോഡി ഡയറൊക്കെ വരച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടല്ലേ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആക്കി വെക്കണം കേട്ടോ. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോമീറ്ററിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെച്ച് പഠിക്കുക. അല്ലാത്തവർ അതിൻ്റെ തിയറി സ്ട്രോങ് ആക്കി വയ്ക്കുക. കാരണം ഇതിൻ്റെ തിയറി സ്ട്രോങ് ആക്കി വെച്ചാൽ അതെന്തായാലും പെർമിയബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ തിയറി പ്രോബ്ലം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്തവരോടാണ് പറയുന്നത് അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് കണ്ടോ, പെർമിയബിലിറ്റിയുടെ ഫാക്ടേഴ്സ് എഫക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫാക്ടേഴ്സിനെ പറ്റി ലിസ്റ്റ് ചെയ്താൽ പോരാ. അതിനെപ്പറ്റി ഓരോന്നും എങ്ങനെ ആ ഫാക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്യണു എന്നുള്ളത് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് പലരും എഴുതിയിട്ടില്ല. അത് എഴുതിയില്ലെങ്കിൽ 2 മാർക്കാണെങ്കിൽ കൂടി 4 പോയിന്റ് എഴുതി, മിനിമം 4 പോയിന്റ് എഴുതി. ഓരോന്നിനെ പറ്റിയും അത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അത് സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, സൈസ് കുറവ്, ആ രീതിയിലൊരു ഡിസ്ക്രിമിനേഷൻ നടത്തി അവിടെ എഴുതി വെക്കണം. മനസ്സിലായോ? ഇനി പെർമിയബിലിറ്റിയിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ അടുത്ത ടൈപ്പ് ഇതാണ്, നമ്മുടെ ആവറേജ് പെർമിയബിലിറ്റി. ഇത് ക്ലാസ്സിൽ ചെയ്തു, ലാസ്റ്റ് അവർ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിളാണ്, ഒന്നുമില്ല. K1 H1 K2 H2 K3 H3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോ പാരലൽ ടു ദ ഫ്ലോ കിട്ടും. മറ്റേത് പെർപെൻഡിക്കുലറിനും ആ സെയിം ഇക്വേഷനിൽ വേറൊരു ഇതാണ് വരിക അല്ലേ? അപ്പോൾ അത് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൻസറിൻ്റെ യൂണിറ്റ് ഇതായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ മൊഡ്യൂൾ 3 അവർ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കണ്ടോ, ക്യാപ്പിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് KTU ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ്, സർചാർജിലോടും വരുന്നിട്ടുള്ളതാണ് ഗ്രൗണ്ടിൽ. പക്ഷേ വാട്ടർ ടേബിൾ ഗ്രൗണ്ടിലല്ല, ലൊക്കേറ്റഡ് 2 meter ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടോപ്പ് സർഫസിൽ എങ്ങനെയായിരിക്കും? സർചാർജ് ലോഡ് 20 kN/m². വാട്ടർ ടേബിൾ ഇപ്പോൾ കുഴപ്പമില്ല, 2 meter ബിലോ ആണ്. അപ്പോൾ സിഗ്മ = സെക്ഷൻ AA 20, പോർ പ്രഷർ U = 0 തന്നെയായിരിക്കും, സിഗ്മ ബാർ 20 തന്നെ ആയിരിക്കും. പിന്നെ ഉള്ള കേസ് എന്താ വരുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമ്മൾ നോട്ടിൽ ചെയ്ത പോലത്തെ പ്രോബ്ലം ആണ് അല്ലേ? അപ്പോൾ അതിലെന്താണ് വാട്ടർ ടേബിൾ ലൊക്കേറ്റഡ്. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ എന്ത് ചെയ്യണം, ഇതിൽ ക്യാപ്പിലാരിറ്റി എൻഡ് ചെയ്യുന്ന അല്ലേ, വാട്ടർ ടേബിളിൻ്റെ മേളിലേക്ക് 1 meter above there exists a capillarity zone. Up to 1 meter from the water table there exists a capillary zone. അപ്പോൾ capillary zone എൻഡ് ചെയ്യുന്ന ആ മുകളിലത്തെ ലെയറിൻ്റെ മുകളിലും താഴെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന
സിഗ്മയും യുവും സിഗ്മ ബാറും കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ അഗെയിൻ ഒരു റെക്കോർഡഡ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഇത്. അപ്പോൾ അത് ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് കഴിഞ്ഞാൽ നോക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരായിട്ട് മൊഡ്യൂൾ 3 നമുക്കറിയാം ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കുക? നമ്മുടെ നോട്ടിലുള്ള പോലെ തന്നെ എഴുതി പഠിക്കണം. മീൻസ് ആ രീതിയിൽ റൈറ്റിംഗ് വരണം. എന്താണ് ടെറസാഗീസ് ഇഫക്റ്റീവ് സ്ട്രെസ് തിയറി, ക്യുക്സാൻഡ് കണ്ടീഷൻ, ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ തിയറി ക്വസ്റ്റ്യൻസ് വരിക. അത്രയേ ഉള്ളൂ. അതിൽ അത്ര തിയറി ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഈ പ്രോബ്ലം ആണ് വരിക. അപ്പോൾ ഇതിൽ അതിൻ്റെ ഓരായിട്ട് വരുന്നത് ഇത് കണ്ടു, ബോസിനസിൻ്റെ പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്, കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്താണ് കോമ്പാക്ഷൻ അല്ലേ അടുത്ത ടോപ്പിക്ക്. 3 ടോപ്പിക്സ് അല്ലേ മൊഡ്യൂൾ 3 വരുന്നത്. കോമ്പാക്ഷനും ഇഫക്റ്റീവ് സ്ട്രെസ്സും ഈ ബോസിനസിൻ്റെ അപ്ലൈഡ് സ്ട്രെസ്സിൻ്റെ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവരെ ലിസ്റ്റ് കോമ്പാക്ഷൻ മെത്തേഡ്സ് ലിസ്റ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഫിഗേഴ്സൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വരച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. 4 മെത്തേഡ്സ് ചെയ്ത റോളിംഗ് ടാമ്പിങ്ങിൽ തന്നെ പലതരം ഫൂട്ടേഴ്സ്, ഷിപ്പ് ഫുട്ട് റോളേഴ്സ്, അങ്ങനെ പല റോളേഴ്സിൻ്റെ പേരൊക്കെ എഴുതുക. റോളിംഗ് എന്ന് പറയുമ്പോൾ 4 തരം റോളർ എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. മനസ്സിലായോ? പിന്നെ ഇതെന്താണ് OMC, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, MDD. കോമ്പാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി പ്ലോട്ടിങ് എ ഗ്രാഫ് അല്ലേ ഇൻ ദ ലാബോറട്ടറി. ആഫ്റ്റർ പെർഫോമിംഗ് കോമ്പാക്ഷൻ ടെസ്റ്റ് you will be plotting a curve between varying dry density with the variation in water content. So your result will be a parabola likewise. ഒരു റാ എഴുതിയ പോലെ ഇരിക്കും അതിൻ്റെ ഷേപ്പ് വരിക. അതിൻ്റെ പീക്ക് വാല്യൂ ഡ്രൈ ഡെൻസിറ്റിനെയാണ് എന്ത് പറയുക? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. മനസ്സിലായോ? ഫീൽഡിൽ, അതായത് ഫീൽഡിൽ നിന്നായിരിക്കും നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ലാബിൽ അത് സിമുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. സോ അവർ പറയുന്നത് ഇത്ര ലാബിൽ ഇത്ര വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇത്ര ടാമ്പിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ സിമുലേറ്റ് ദ സെയിം ഇൻ യുവർ ഫീൽഡ് കണ്ടീഷൻ ആസ് വെൽ ബൈ അപ്ലൈയിങ് ദ സെയിം ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് ടു ദി അവൈലബിൾ സോയിൽ ഓവർ ദെയർ അല്ലേ. എത്ര ഒരു മണ്ണ് അവിടെ വരും എന്നുള്ളത് വോളിയം ഓഫ് കട്ടിങ് ഒക്കെ നിങ്ങൾക്ക് ആലോചിച്ച സർവേ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇത്രയാണ് വോളിയം മണ്ണ് വരിക. കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്ര ഒരു ടണ്ണ് മണ്ണിന് ആ സെയിം OMC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോളറൊക്കെ സെയിം ഒരു ഈ ഒരു ടാമ്പിങ് നമ്മൾ കൊടുത്ത തോതിലുള്ള ഫീൽഡിലുള്ള റോളിങ് സംഭവങ്ങൾ കൊടുത്താൽ അത്രയും ഡ്രൈ ഡെൻസിറ്റി അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ ആ കോമ്പാക്ഷൻ കർവ് വരച്ചിട്ട് ലാബോറട്ടറിയിൽ ഏതൊക്കെയാ സ്റ്റാൻഡേർഡ് പ്രോക്ട് ടെസ്റ്റും, ലൈറ്റ് കോമ്പാക്ഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്ട് ടെസ്റ്റ്, ലൈറ്റ് കോമ്പാക്ഷനെ സിമുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുക. ഹെവി ആണെങ്കിൽ അല്ലേ, വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ഹെവി ചെയ്യേണ്ടി വരും ലാബിൽ. കുഞ്ഞു ബിൽഡിംഗ് ആണെങ്കിൽ ക്രിക്കറ്റ് പിച്ച് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിസൾട്ട് കിട്ടാനായിട്ട് ലൈറ്റ് കോമ്പാക്ഷൻ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ അതിൻ്റെ റിസൾട്ട് വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളാണ്, എക്സ് ആക്സിൽ കിട്ടുന്ന ഉത്തരമാണ് കർവിൻ്റെ മാക്സിമത്തിൻ്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, വൈ ആക്സിൽ കിട്ടുന്ന മാക്സിമം ആണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ക്ലിയർ അല്ലേ? ഭദ്രൻ, ഇത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞേ. അശ്വിൻ ഉണ്ടോ അവിടെ? ES അശ്വിൻ. ഇത് ഈ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഒന്ന് വായിച്ചേ. ഇത് ഞാൻ ഈ ബ്ലൂ P curve. Explain the concept of the pre-consolidation pressure. Okay, very good. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രീ കൺസോൾട്ടേഷൻ പ്രഷറിൻ്റെ ചോദ്യം. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓവർ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എക്സാമ്പിളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ നിൽക്കുന്ന അവിടെയാണെങ്കിൽ ഒരു പണ്ടൊരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ അത്ര വലിയത് ഇപ്പം ഇല്ലെങ്കിൽ, മീൻസ് അത്ര വലിയ ലോഡ് അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഹിസ്റ്ററിയിൽ അതിന് അത്ര വലിയ സ്ട്രെസ് വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവർ കൺസോളിഡേറ്റഡ്, അണ്ടർ കൺസോളിഡേറ്റഡ്. പിന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അണ്ടർ കൺസോളിഡേറ്റഡ് അല്ലേ. നോർമലി കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും പ്രഷർ വന്നിട്ടില്ല പാസ്റ്റിൽ പോലും, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നോർമലി കൺസോളിഡേറ്റഡ്. അപ്പോൾ ഈ ഓവർ കൺസോളിഡേഷൻ്റെ വേറെ പേരാണ് പ്രീ കൺസോളിഡേഷൻ. അതായത് ഇപ്പോൾ ഉള്ള പ്രഷറിനേക്കാളും ഓവറായിട്ട് പാസ്റ്റിൽ അതിൽ പ്രഷർ വന്നിട്ടുണ്ട്.
മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീടിന്റെ താഴെയുള്ള മണ്ണിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് കാരണമുള്ള സ്ട്രെസ് അല്ലേ വരിക, നമ്മുടെ ലൈവ് ലോഡും ഡെഡ് ലോഡും ഒക്കെ കാരണമുള്ള സ്ട്രെസ് അല്ലേ വരിക. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഇതിന്റെ കാലചക്രത്തിൽ അതിനേക്കാളും കൂടുതൽ ഒരു സർട്ടേൺ ഡെപ്തിലുള്ള മണ്ണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴോ അതിനേക്കാളും കൂടുതൽ അതിൽ സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സോയിലിനെ എന്ത് വിളിക്കണം? ദാറ്റ് ഈസ് എൻ ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയണം. അപ്പൊ അതിലുള്ള ആ പ്രഷറിനെയാണ് നമ്മൾ എന്താ പറയുക, ഓവർ കൺസോളിഡേഷൻ പ്രഷർ ഓർ പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഞാനൊരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ലോഗ് പി കർവ് വരച്ചിട്ട് അതിങ്ങനെ ഇത് വരും, അതിൽ നിന്ന് ഇവിടെ ഒരു വര വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു വര വരയ്ക്കുക, മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംഭവം അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ എ പാർട്ടിൽ വരും അല്ലെങ്കിൽ ബി പാർട്ടിൽ വരും. അങ്ങനെ യൂഷ്വലി നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ കിട്ടുന്നൊരു ചോദ്യമായിരുന്നു അത്. അപ്പൊ ഇത് അതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. NC ക്ലേ, UC ക്ലേ, OC ക്ലേ പഠിക്കുന്ന പോലെ തന്നെ ഇതും നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ അവിടെയുള്ള ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻസും വിടരുത്. അപ്പൊ ഇതൊക്കെ ടഫാന്ന് വിചാരിച്ച് വിടണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇനി നിങ്ങൾക്കറിയാം ലാസ്റ്റ് മൊഡ്യൂളിൽ ഈ കൺസോളിഡേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ ഷിയർ സ്ട്രെങ്ത് അല്ലേ. ഇതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡിസ്കഷൻ വയ്ക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ട്യൂട്ടോറിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓവറായിട്ട് വരുന്നത് ഇതുകൊണ്ടോ ഭയങ്കര സിമ്പിൾ അല്ലേ. പക്ഷെ ഭയങ്കര സിമ്പിളാന്ന് വെച്ചിട്ട് വെറുതെ അതൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. എന്താണ് സ്റ്റഡി സ്റ്റാറ്റിക് ലോഡ് കാരണം എക്സ്പെൽഷൻ ഓഫ് വാട്ടർ കാരണം കംപ്രസിബിലിറ്റി ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സാണ് കൺസോളിഡേഷൻ എന്നുള്ള രീതിയിൽ എഴുതണം. പിന്നെ എന്താണ് റാപ്പിഡ് സ്ട്രോക്സ് ഓഫ് ലോഡ് കാരണം കംപ്രസിബിലിറ്റി ഹാപ്പൻ ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ കോമ്പാക്ഷൻ. പിന്നെ ഫീൽഡ് ഉള്ളതാണ്, നാച്ചുറൽ ആണ്, അതാണ് ഇത് ഫീൽഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെക്കാം. പിന്നെ അതിന്റെ ഫിഗർ വരയ്ക്കണം കേട്ടോ. ആ 3 ഫേസ് ഡയഗ്രാം അതൊക്കെ വരച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ മാർക്ക് കിട്ടും. 2 മാർക്കാണെങ്കിലും അത് കിട്ടല്ലോ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നിങ്ങൾ എഴുതിയാൽ, അതൊക്കെയാണ് ചില ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എഴുതണേൻ്റെ ഒരു ഇത്. മാർക്ക് 2 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് നന്നായിട്ട് എഴുതുമ്പോൾ നിങ്ങളൊരു മീൻസ് കുറച്ചൊരു നല്ല ഒരു ഇത് നിങ്ങളെ പറ്റി വരും ആ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക്. അപ്പം അത് എവിടെയെങ്കിലുമൊക്കെ തെറ്റിയാലും മാർക്ക് ഇട്ട് പോകാൻ ചാൻസ് വരാൻ, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കിട്ടാനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന നല്ല ഇതായിട്ട് എഴുതാം. മനസ്സിലായോ? അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെ പോവുക, കാരണം ഇത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പേപ്പർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം ക്ലാസ്സിലുള്ളതും ഈ പറയുന്ന എല്ലാം നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ. ഇത് നോർമലി കൺസോളിഡേറ്റഡ് ക്ലെയർ 6 മീറ്റർ. ഇത് ഒരുപാട് നമ്മൾ ഇതിൻ്റെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയാലോ. ഇത് NC ക്ലേ ആണ് അല്ലേ. നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ലെയർ ഓഫ് 6 മീറ്റർ തിക്ക് സബ്ജക്റ്റഡ് ടു ലോഡിങ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ CV കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലാബിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ CV ആൻസർ ഇത്ര കിട്ടിയെന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോൾ എത്രയാണ്? ഓക്കെ, ഡബിൾ ഡ്രെയിനേജ് ആണെങ്കിൽ ക്ലേ ലെയറിന് 90% കൺസോളിഡേഷൻ. ക്ലേ ലെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫീൽഡ് കണ്ടീഷൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലേ ലെയർ 6 മീറ്റർ തിക്കായിട്ടുള്ള ക്ലേ ലെയറിന് 90% കൺസോളിഡേഷൻ സംഭവിക്കാൻ എത്ര ടൈം എടുക്കുന്നു എന്നാണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ? CV ഈക്വൽ ടു എന്ന് പറയുമ്പോൾ LHS ഓൾറെഡി നോൺ ആണ്. CV ഈസ് ഈക്വൽ ടു TV ഇൻറ്റു TV എന്ന് പറയുമ്പോൾ 90 എന്ന് പറയുമ്പോൾ 0.848 ആണ്. അപ്പം അത് ഇക്വേഷൻ അറിയാമെങ്കിൽ എഴുതി വെക്കുക. ഇനിയിപ്പോൾ കാരണം ഇത് മാത്രം പഠിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. 80% ആണ് ക്വസ്റ്റൻ എങ്കിൽ നമ്മുടെ ഇക്വേഷൻ അറിയണ്ടേ. 0.7332 അങ്ങനത്തെ ഒരു 7 ആയിരുന്നില്ലേ. അപ്പം അത് പഠിച്ചിട്ട് പോയിക്കോളൂ ഇത് പഠിക്കും. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, 90 ആയതുകൊണ്ട് 0.848 ഇൻറ്റു ഡ്രെയിനേജ് പാത്ത്. വാട്ട് ഈസ് ഡ്രെയിനേജ് പാത്ത്? ഡബിൾ ഡ്രെയിനേജ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഡ്രെയിനേജ് ആണ്. 6 മീറ്റർ ആണെങ്കിൽ ഡബിൾ ഡ്രെയിനേജ് ആണെങ്കിൽ എത്ര വരിക? അത് maximum distance to be traversed by the water droplets to move to the permeable zone. അതിനെയാണ് ഇത് പറയുക. അപ്പം സെൻറ്ററിൽ കിടക്കുന്ന ആൾക്കാണെങ്കിൽ എത്ര കവർ ചെയ്താൽ മതി? 3 മീറ്റർ കവർ ചെയ്താൽ പോരെ. നടുക്കിലുള്ള ക്ലേ ലൈനർ വരയ്ക്കുമ്പോൾ ക്ലേ ലൈനർ മിഡ് ലൈനിലുള്ള ആൾക്കാണ് സോയിൽ അതിനാണ് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ട്രാവേഴ്സിങ് ഡിസ്റ്റൻസ് വരിക. പക്ഷെ അത് തന്നെ എത്ര വരുള്ളൂ? 6 മീറ്റർ ബൈ 2. അപ്പോൾ 6/2 വരും. അപ്പോൾ 0.848 ഇൻറ്റു എന്ത് വരണം? 3 മീറ്റർ സ്ക്വയർ. പക്ഷേ ഇവിടെ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് 300 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കണം. മനസ്സിലായോ? 300 സ്ക്വയർ ബൈ T90. അപ്പോൾ സോൾവ് ചെയ്താൽ പോരെ. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, കണ്ടോ? അപ്പോൾ അത് എളുപ്പമാണ്. ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇപ്പോൾ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയി സത്യം പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ കൂടെ അവർ ഇതും കൂടി വെച്ചിട്ടുണ്ട്, കാരണം ഇതിനെ ഇവർ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ എത്ര വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് അത് അവർ ചെയ്തത്. മനസ്സിലായി? അപ്പോൾ അത് ABC ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ 4, 5, 6 പേജൊക്കെ വരാം.
കാരണം അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ യാതൊരു ഇതും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടില്ല. സാധാരണ അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് വേരിയേഷൻ ഒക്കെ വരാറുണ്ട് കേട്ടോ. ഓരോന്നിനും 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും 3 പാർട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞ പോലെ എല്ലാം നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിങ്ങനെ ഒരു ഇതായിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസ് ഇത് മാത്രം ഇപ്പം ഈ ഒരു കൺസൾട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. ചില ക്വസ്റ്റ്യൻസ് ഒരു ട്യൂട്ടോറിയലായിട്ട് ഇപ്പം നിങ്ങൾ ഓരോ ദിവസം ഇതിങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസും എക്സ്പ്ലോർ ചെയ്യണം ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട്. ഇത് മിനിമം ഒന്ന് നോട്ടിലേക്കൊക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ട്യൂട്ടോറിയൽ ഞാൻ നമ്മുടെ സിലബസ് പോയ ഒരു രീതിയിലാണ് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന എനിക്കിതൊന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് PDF ആയിട്ടൊന്ന് അയച്ചു തരണം കേട്ടോ. പ്രാർത്ഥനയോട് മാത്രമല്ല എല്ലാവരോടുമാണ് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരാളെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പ്രാർത്ഥനയുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പ്രാർത്ഥന കേട്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ഈ പറയുന്ന ഓർഡറിൽ ഒന്ന് നോട്ടിൽ മനസ്സിലാക്കി എഴുതിയിട്ട് എനിക്ക് PDF ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മളിതിൽ ട്യൂട്ടോറിയൽ 3 എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ സാനിയ, ഇതൊന്ന് വായിച്ചേ. Explain the structure of kaolinite, montmorillonite, and ilmenite with simple figures. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് കായോലിനൈറ്റ്, മോൺമോറിലോനൈറ്റ് എന്നാണ് കേട്ടോ. മോൺമോറിലോനൈറ്റ് ആൻഡ് ഇല്ലൈറ്റ് വിത്ത് സിമ്പിൾ ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇത് ക്ലേ മിനറൽസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്ലേ പാർട്ടിക്കിൾസ് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ ഭൂമിയിൽ കിടക്കുന്ന മണ്ണ് ക്ലേ അഗ്ലോമറേഷൻസ് കുഡ് ബി ലൈക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ അവർ പറയുന്നത് ഏതൊരു കായോലിനൈറ്റിൻ്റെ ഫോട്ടോഗ്രാഫി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടോ, അതാണ് നമ്മൾ കാണുന്നതല്ല കേട്ടോ. ഫിസിക്കലി നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതല്ല. ഇത് കണ്ടോ, ഇതാണ് എക്സ്റേ, അതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ വ്യൂ ആണ് അവർ കാണിച്ചിട്ട്. കയോലിനൈറ്റ്, മോൺമോറിലൈറ്റ്, ഇലൈറ്റ്, ഇതെല്ലാം നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ സംഭവമാണ് വരയ്ക്കേണ്ടത്. ഞാൻ ക്ലാസ്സിൽ നമ്മൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കുമ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. കയോലിനൈറ്റ് എന്ന് പറയുമ്പോൾ 1:1 ലെയർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതായത് അലുമിന ഷീറ്റ്, സിലിക്ക ഷീറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടുഗെദർ ആൻഡ് ബിറ്റ്വീൻ ദ 2 like ഷീറ്റ്സ് ഹൈഡ്രോജൻ ബോണ്ട് എക്സിസ്റ്റ്. ഓക്കെ, അലുമിനിയം സിലിക്ക ഷീറ്റും തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഈ രീതിയിൽ ഇരിക്കുമ്പോൾ അടുത്ത അലുമിന സിലിക്ക ഷീറ്റിലേക്ക് അത് എങ്ങനെയാണ് ഹൈഡ്രോജൻ ബോണ്ടിങ് ആണ് കണ്ടത്. ഹൈഡ്രോജൻ ബോണ്ടാണ് കാണിക്കണേ. അങ്ങനെ 1:1 ഒരു അലുമിന ഒരു സിലിക്ക ആ രീതിയിലായതുകൊണ്ടാണ് ഇവരിതിനെ എന്ത് പറയുന്നത് 1:1 ലെയർ ആണ് കയോലിനൈറ്റിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് പഠിക്കണം, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത 2:1 ലെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിലിക്ക ഉണ്ടാവും. ഇവിടെ എന്താ 2:1 എന്ന് പറയാൻ 2 സിലിക്കയുടെ ഇടയിൽ ഒരു അലുമിന, അതാണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പൊട്ടാഷ്യം അയോൺസ് ആണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് 2:1 അല്ലേ. വേറൊരു ഫിഗറും കൂടി ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്, അതും കൂടി വരച്ചോ. അതിൻ്റെ കൂടെ ഇതും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇല്ലൈറ്റ് എന്ന് പറയുന്നത് മിനറലിൻ്റെ ഒരു ഇതാണ്. കെമിസ്ട്രി രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഇനി 2:1 അടുത്ത് മോൺമോറിലോനൈറ്റ്. മോൺമോറിലോനൈറ്റ് എന്താ 2:1 ആണ്. സിലിക്ക, അലുമിന, സിലിക്ക. ദെൻ അതിൻ്റെ ഇടയിൽ വാണ്ടർവാൾ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പൊട്ടാഷ്യം അയോൺസിൻ്റെ ഒരു ഇതല്ലേ ഉണ്ടായിരുന്നേ. ഇവിടെ വരുമ്പോൾ വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. ആൻഡ് എക്സ്ചേഞ്ചബിൾ അയോൺസ് ഈസിലി ഇൻഫിൽട്രേറ്റഡ് ബൈ വാട്ടർ. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും വീക്ക് ക്ലേ ആവാൻ സാധ്യത. അതെ, അത് തന്നെയാണ്. കണ്ടോ, ഇത് ഈസിലി ഇൻഫിൽട്രേറ്റഡ് ബൈ വെള്ളം പെട്ടെന്ന് സോക്കാവുന്നതാണ് അർത്ഥം. അതായത് വെള്ളത്തിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ലിക്വിഡ് ലിമിറ്റ് ഇതിന് ഭയങ്കര കൂടുതലായിരിക്കും. ഷിയർ സ്ട്രെങ്ത് ആണെങ്കിൽ ഭയങ്കര കുറവായിരിക്കും അല്ലേ. ലിക്വിഡ് ലിമിറ്റ് ഭയങ്കര കൂടുതൽ എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെങ്ത് വളരെ കുറവാന്ന് അർത്ഥം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ആ ഒരു വക കാര്യങ്ങളൊക്കെ ഇത് 3 ടൈപ്പ് ക്ലേ മിനറൽസ് ആണെന്നും ഇതിൻ്റെ ജോമെട്രി എങ്ങനെയാണെന്നുള്ളതും പഠിക്കണം. ഇനി ഇതിൽ ഏറ്റവും വീക്ക് ക്ലേ എന്ന് പറയുന്നത് ഈ മോൺമോറിലോനൈറ്റ് ബേസിക് സ്ട്രക്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ക്ലേ വിൽ ബി വെരി വീക്ക്. അപ്പോൾ അതിൻ്റെ കംപ്രസിബിലിറ്റി കൂടുതലായിരിക്കും. ഹൈ കംപ്രസിബിലിറ്റി ആയിരിക്കും ഇതിൻ്റെ. മനസ്സിലായി? അതിനെ വെച്ച് നോക്കുമ്പോൾ ലോ കംപ്രസിബിലിറ്റി ഉണ്ടാവുള്ളത്. ഏറ്റവും പൊട്ട ക്ലേ എന്ന് പറഞ്ഞപ്പോൾ, പൊട്ട മീൻസ് എന്താണ്? നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പർപ്പസിൽ കേട്ടോ. ജിയോ ടെക്നിക്കൽ പർപ്പസിൽ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് പ്രോൺനെസ് കൂടുതലുള്ള ക്ലേ ആണ് നമ്മുടെ മോൺമോറിലോനൈറ്റ് ക്ലേസ്.
ക്ലിയർ അല്ലേ? അപ്പൊ ഈ പടം വരച്ച് ഇതാക്കി വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ലിക്വിഡ് ലിമിറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മൊഡ്യൂൾ 2യുടെ ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 2 ട്യൂട്ടോറിയൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ മൊഡ്യൂൾ 2യുടെ ട്യൂട്ടോറിയൽ 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ഒന്ന് എഴുതി വയ്ക്കാം, പഠിക്കും ചെയ്യാം. ഈ ഓർഡറിൽ എഴുതിയാൽ മതി. 3 കഴിഞ്ഞിട്ട് തന്നെ 4 എഴുതിയാൽ മതി. ഇപ്പൊ നോട്ടിൽ എഴുതുമ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു പഠന രീതിയുടെ പോലെ എഴുതി വെച്ച് പോയിക്കോളാം. ഇതെങ്ങനെയാ ചെയ്യാം? ഇത് ഭയങ്കര എളുപ്പമാണ് സത്യം പറഞ്ഞത്. അത് കാണുമ്പോൾ ഒരു ഇഷ്ടമില്ലാതെ എടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിലെന്താന്ന് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ടാവും. ക്ലേ അല്ലെ? ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ ക്ലേ ആർ ഗിവൺ. LL എത്രയാണ്? അല്ലെങ്കിൽ WL 70%, പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ എന്താ പറയാ WP എന്നും പറയാം. വാട്ടർ കണ്ടന്റ് ഓഫ് പ്ലാസ്റ്റിക് എന്നുള്ളതിനെ കൊണ്ടാണ് WP എന്ന് പറയുന്നത്. അല്ലെങ്കിൽ PL, പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ അബ്രിവിയേഷൻ PL. അപ്പൊ 30%. ഇനി ഇത് ക്ലേ ആണെന്നുള്ളത് അറിയാം. അപ്പൊ ക്ലേ തന്നെ 3 തരം നെയിമിംഗ് ആ വരിക. ഏതൊക്കെയാണ്? ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി ആണെങ്കിൽ CL ആണ് അതിന്റെ പേര്. ക്ലേ ഓഫ് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ CI ആയിരിക്കും. ഹൈ കംപ്രസിബിലിറ്റി ആണെങ്കിൽ CH ആയിരിക്കും. അപ്പൊ അതിൽ ഏതാണ് ഇതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇനി ക്ലാസിഫൈ ദ സോയിൽ അക്കോർഡിംഗ് ടു ദ പ്ലാസ്റ്റിറ്റി ചാർട്ട് ആൻഡ് ഐഡന്റിഫൈ ദ മോസ്റ്റ് പ്രോബബിൾ ക്ലേ മിനറൽ പ്രസന്റ് എന്നാണ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ പാർട്ടിയിൽ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക തന്നെ. കാരണം ഇതൊക്കെ ഈ മോഡൽ എന്ന് പറയുമ്പോൾ മേ ബി അത് റിപ്പീറ്റ് ആവാം, സിമിലർ വരാം. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ഉള്ളതെല്ലാം പഠിച്ചിട്ട് പോകണം. ഇത് എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ? അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ക്ലേ എന്നുള്ള രീതിയിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാസ്റ്റിറ്റി ചാർട്ട് എന്നുള്ള ചാർട്ട് ഇത് വരയ്ക്കാൻ എല്ലാവരും അറിയണം. ഇവിടെ Y ആക്സിൽ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സും X ആക്സിൽ ലിക്വിഡ് ലിമിറ്റും വേരി ചെയ്യുമ്പോൾ ക്ലേയുടെ ബിഹേവിയർ പ്രകാരം ഇങ്ങനെയാണ് അതിന്റെ A ലൈൻ വരിക എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. മനസ്സിലായോ? ഇഫ് യു പ്ലോട്ട് ദി പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ലിക്വിഡ് ലിമിറ്റ് ഫോർ എ സർട്ടൻ ക്ലേ, ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് എ ലൈൻ എക്സിസ്റ്റ് വിച്ച് ഇസ് നോൺ ആസ് A ലൈൻ bearing the equation plasticity index equal to 0.73 liquid limit minus 20. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ലൈൻ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഇനി അതില് ഈ ലൈൻ്റെ എബവ് ആണ് നിങ്ങളുടെ സോയിലെങ്കിൽ അത് എന്തായിരിക്കും? ഈ ലൈൻ കണ്ട ദീപേഷ് എന്ന് പറഞ്ഞേ, ഇതാണ് ഈ വര. ഈ വരയുടെ മുകളിലാണെങ്കിൽ എന്താണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്? ഈ വരയുടെ മുകളിലാണെങ്കിൽ ആരായിരിക്കും? ആരാ? ദ സി എന്ന് പറഞ്ഞ ആരാ? ക്ലേ. അത്രേ ഉള്ളൂ. ഈ ലൈന്റെ മുകളിലാണ്. വെരി ഗുഡ് ട്ടാ. അപ്പൊ ഈ ലൈന്റെ മേളിലാണെങ്കിൽ ക്ലേ ആണ്. ഈ ലൈന്റെ താഴെയാണെങ്കിൽ ആരാണ്? സിൽട്ടോ അല്ലെങ്കിൽ ഓർഗാനിക് സോയിലോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലേ ആണെന്ന് അറിയാം, കാരണം ഇത് ഓൾറെഡി ക്ലേ ആന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ലോ ആണോ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു CI എന്നൊരു വാക്ക് ഇതിന്റെ ഇടയിൽ എഴുതണം. ഈ കള്ളിയിൽ ശരിക്കും CI വേണമായിരുന്നു, അത് എഴുതാൻ വിട്ടുപോയതാണ്. ഞാൻ നിങ്ങൾക്ക് തന്നേൽ അത് ഉണ്ടാവും, ക്ലാസ്സിൽ തന്നേൽ അത് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇപ്പൊ നെറ്റിൽ നിന്ന് എടുത്തപ്പോൾ ഒരു പിക്ചർ കിട്ടിയപ്പോൾ വെച്ചതാണ്. ശരിക്കും ഇവിടെ CL 30%, 35% ബിലോ ആണെങ്കിലാണ് ലോ വരിക. 35 to 50 ഇടയിലാണെങ്കിൽ ഇവിടെ ശരിക്കും ഈ കള്ളിയിൽ CI എന്ന് എഴുതണം. 50% മുകളിലാണെങ്കിൽ CH വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ലൈനിന്റെ എബവ് ആണോ ബിലോ ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇതിലിപ്പോ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല, കാരണം അവർ ക്ലെയിം തന്നിട്ടുണ്ട്. ഇനി ഓഫ് എ സോയിൽ എന്നാണ് തന്നിരുന്നെങ്കിലോ? ഓഫ് എ സോയിൽ എന്നാണ് തന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത്, ഇപ്പൊ ഇതാണെങ്കിലും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും അറിയാമെങ്കിൽ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ഒരു സംഭവം കണ്ടുപിടിക്കാം. ആ സോയിലിന്റെ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് എത്രയായിരിക്കും? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് ആ സോയിലിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് PI, പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് അബ്രിവിയേഷൻ PI ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ 70 മൈനസ് 30 40% കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് A ലൈനിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കുക. ആസ് പെർ A ലൈൻ വാട്ട് ഈസ് IP അല്ല PI, പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് അല്ലേ. ആസ് പെർ I ലൈൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഇത് കുറച്ചു നേരം ഒന്ന് വായിച്ചാൽ ഓടാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 എന്നുള്ളതാണ് ഈ A ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ആസ് പെർ A ലൈൻ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു എന്ത് വരും? 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ്, നമ്മുടെ സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ്. അപ്പൊ 70 മൈനസ് 50. അപ്പൊ 0.73 ഇൻറ്റു 70 മൈനസ് 20 കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. 0.73 ഇൻറ്റു
ഇൻറ്റു ആർദ്ര 0.73 ഇൻറ്റു 70 ആണല്ലോ ലിക്വിഡ് ലിമിറ്റ്. 70 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എത്ര വന്നത്? 0.73 ഇൻറ്റു 70 മൈനസ് 20 50 വരും അല്ലെ. 50 ഇൻറ്റു 0.73. പാർവതി ഉണ്ടോ? അതിനെ കിട്ടുന്നില്ല. ആർക്കാ ആൻസർ കിട്ടിയ? ആൻസർ കിട്ടിയ ആൾക്കാരൊന്ന് പറഞ്ഞ. ഹർഷ ഉണ്ടോ? നിങ്ങൾ അവിടെ എഴുതി വെച്ച് എനിക്ക് കേൾക്കില്ല കേട്ടോ. കാരണം മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ 0.73 ഇൻറ്റു 70 മൈനസ് 20. ആർക്കെങ്കിലും ആൻസർ കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കിട്ടിയാ? സനിക്ക് കിട്ടിയിരുന്നാ? 36.5. ഇത് 36.5 കിട്ടി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സാധനം 40 ആണ്. ഇതാ 70 മൈനസ് 30 ദാറ്റ് ഈസ് 40. സോ നൗ ഒപ്റ്റെയിൻ വാല്യൂ 36.5. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സോയിലിന്റെ, നമ്മുടെ ഈ ലൈൻ നമ്മുടെ സോയിലിന്റെയാണ്. ഈ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദി ക്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമാണ്. അപ്പൊ അതിന്റെ ആൻസർ ഈ എ ലൈൻ്റെ ആൻസറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദ സോയിൽ വിൽ ബി അബവ് ഓർ ഗ്രേറ്റർ ദാൻ ദ ലൈൻ. മനസ്സിലായി? ഈ ലൈൻ്റെ പുറത്തേക്കായിരിക്കും, ഇവിടെ ഇരിക്കും, ഈ ലൈൻ്റെ പുറത്തായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ്? ക്ലേ അല്ലേ. ദെർഫോർ ഇറ്റ് ഈസ് കൺഫേം ദാറ്റ് ഇറ്റ് ഇസ് ക്ലേ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അങ്ങനെ തന്നെ എഴുതണം. പരീക്ഷയ്ക്ക് ക്ലേ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? എവിടെ എഴുതും? പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ഇങ്ങനെ 40 ആണ്. ഇപ്പൊ സാനിയ പറഞ്ഞു 36.5 ആണ് ആസ് പെർ ദി ഐ ലൈൻ. സോ നമ്മൾ എന്ത് 40 ഗ്രേറ്റർ ദാൻ 36.5 ആണെങ്കിൽ ഇറ്റ് ഈസ് എബവ്, സോ ഇറ്റ് ഈസ് ക്ലേ എന്ന് പറയണം. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ക്ലേ ലോ ആണോ, ഹൈ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ? അപ്പൊ അത് പഠിച്ചു വെക്കണം. 35ന്റെ ചോടയാണെങ്കിൽ 30% ചോടയാണ് നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എങ്കിൽ എന്താണ്? 35% ചോടയാണ് നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എങ്കിൽ ലോ എന്നാണ് പറയാം. ലോ വാല്യൂ ഇല്ലേ? ലിക്വിഡ് ലിമിറ്റ് കിട്ടിയപ്പോൾ ഒരു 20% ഒക്കെ എന്ന് പറയുമ്പോൾ അതെന്താണ്? ലോ ലിക്വിഡ് ലിമിറ്റ് ആണ്. ഇനി 35ന്റെ 50യുടെ ഇടയ്ക്കാണെങ്കിൽ ഇന്റർമീഡിയറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ CI എന്ന് പറയണം. മനസ്സിലായോ? ഇനി 50നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ് വരിക? ദാറ്റ് ഈസ് ഹൈ കംപ്രസിബിൾ സോയിൽ ആണ്. അപ്പൊ നമ്മുടെ ക്ലേ എന്തായിരിക്കും? ഇവിടെ ഹൈ അല്ലേ, അല്ലേ? 70% എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭയങ്കര കംപ്രസിബിൾ സെറ്റിൽമെന്റ് പ്രോൺ ക്ലേ ആണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഹൈ ആണ്. അപ്പൊ നമ്മൾ അതിനെ CH എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി, പ്രോബിൾ ക്ലേ ഏതാന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ? ഇതിൽ ഞാൻ പറഞ്ഞില്ല ഏറ്റവും പ്രശ്നമുള്ളത് മോൺമോർലോൺ ആയിട്ടാണ്. സോ ഇവിടെ ഹൈ കംപ്രസിബിലിറ്റി ആകുമ്പോൾ മോസ്റ്റ് പ്രോബിൾ ക്ലേ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 70% ഒക്കെ ആവുകയാണെങ്കിൽ ഹൈ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് വെരി ഹൈ ആവുമ്പോൾ പ്രോപ്പർട്ടീസ് ആർ ടിപ്പിക്കൽ ഓഫ് മോൺമോർലോണൈറ്റ്. അത് എഴുതണമെന്നില്ല. സ്മെക്ടൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അത് എഴുതി വെക്കുക. ഇനിയിപ്പോൾ ഏകദേശമൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു 20% ഒക്കെ വരികയാണെങ്കിൽ മേ ബി കയലോനെറ്റോ ഇതൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ ഇത് പറഞ്ഞിട്ട് എഴുതണം. ഈ മോൺമോർലോണൈറ്റെ പറ്റി ഇപ്പോൾ പഠിച്ചല്ലോ. അപ്പോൾ മോൺമോർലോണൈറ്റ് 70% കണ്ടോ ഹൈ ഇതൊക്കെ ആണെങ്കിലാണ് ഇത് വരിക. വെരി ഹൈ ആണെങ്കിലാണ് വരിക. അപ്പൊ അതാവില്ല എന്ന് പറഞ്ഞിട്ട് കുഡ് ബി കയലോനൈറ്റ് ആവാം എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വേറെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അങ്ങനെ എഴുതി വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടാ. ഇനി ഈ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. ഇത് നോക്കൂ. ഇതും സെയിം ആ ഒരു ടൈപ്പിൽ വരുന്നത് തന്നെയാണ്. ഇതെങ്ങനെയായിരിക്കും ചെയ്യാം? ഇതെങ്ങനെയാ ചെയ്യാം? എഡിത്ത് അവിടെ ഉണ്ട്. എഡിത്ത് ഒന്ന് വായിച്ചേ.
ദീപേഷ് വായിച്ചോ, ദീപേഷ് വായിച്ചോ, എടുത്ത് വായിക്കണ കേൾക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. From sieve analysis, it was found that 65% of soil particles lie between 4.75 mm and 75 mu meter. The coefficient of uniformity Cu and coefficient of curvature Cc are 6 and 2 respectively. The finer fraction has a liquid limit of 40% and a plastic limit of 20%. Classify soil according to IS 1498. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വെരി ഗുഡ് ട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതില് പറയുമ്പോൾ ഇതിൽ നേരത്തെ കണ്ടുപോലെയല്ല, അത് ടിപ്പിക്കൽ ക്ലേ ആയിരുന്നു. ക്ലേ എന്നുള്ള കൺഫേംഡ് ആയിരുന്നു. ഞാൻ ലൈനിന്റെ ബിലോ അല്ലെ, നമ്മൾ 36.5 ആണ്, 40% ആണ് അവിടെ കിട്ടിയത്, മറ്റേത് 36.5 ആണ്. ഇനി നമ്മുടെ ഈ ലൈനില് ഇവിടെയാണ് ഇതിലിപ്പോ ഈ ക്വസ്റ്റ്യനില് ഇവിടെ ഒരു 40%-ന് പകരം ഇവിടെ ഈ തന്ന വാല്യൂസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു 20% ഒക്കെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ 40യുടെ പകരം 20 കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ഇവിടെ 36.5 തന്നെ ആയിരുന്നെങ്കിൽ എന്ത് പറയും, നമ്മൾ എന്ത് പറയും? ഇറ്റ് കുഡ് ബി ഓർഗാനിക് സോയിൽ, അങ്ങനെയാണെങ്കിൽ OHOA അങ്ങനെ, അല്ലെങ്കിൽ ഓർ സിൽട്ടി സോയിൽ. സിൽട്ടിന്റെ ആണ് M എന്ന് പറയുന്നത്, സിൽട്ടി, മനസ്സിലായോ? അപ്പൊ ഇറ്റ് കുഡ് ബി ഓർ ML. അപ്പോഴും ലിക്വിഡ് ലിമിറ്റ് ഇപ്പോൾ ഒരു 20% ഒക്കെയാണ് വന്നതെന്ന് വിചാരിച്ചോളൂ. 30%, 35ന്റെ ചോടെയാണ് വാല്യൂ വന്നതെങ്കിൽ ഇറ്റ് കുഡ് ബി ML ഓർ ഓയിൽ എന്നാണ് പറയാൻ പറ്റില്ല. അത് ഏതാന്നുള്ളത് അങ്ങോട്ട് തികഞ്ഞ് പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. അതിൽ വേറെ ടൈപ്പ് വരികയാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. പക്ഷെ ബിലോ ആയിരുന്നുവെങ്കിൽ ഇറ്റ് കുഡ് ബി ML ആൻഡ് ഓയിൽ, ഓർ അല്ലെങ്കിൽ ML ഓർ ഓയിൽ എന്ന് പറയാം, ML ആൻഡ് ഓയിൽ അതിന്റെ ഒരു മിക്സ്ചർ ആണെന്നും അങ്ങനെയും പറയാം കേട്ടോ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ വരുമ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇതിൽ വേറെ കുറെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ട്, പക്ഷെ ടു ദി ലാസ്റ്റ് ഓഫ് ദി പാരഗ്രാഫ് ആണ്. അപ്പോൾ ദീപേഷ് വായിച്ചപ്പോൾ sieve analysis it was confirmed 65% particle lie between 4.75 mm and 75 microns അല്ലെ. CU എന്ന് CC തന്നിട്ടുണ്ട്. ഇനി അതിൽ വീണ്ടും തരിയായിട്ടുള്ള അതായത് 75 മൈക്രോണിലൂടെ പാസ് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ 75 മൈക്രോണിലൂടെ പാസ് ചെയ്തില്ലേ സോയില്, മീൻസ് സായപ്പെട്ട സോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഇവർ ഈ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സോയിലിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം 4.75 മുകളിൽ ഒന്നും റീറ്റെയിൻ ചെയ്തതായിട്ട് അവർ പറയുന്നില്ല അല്ലേ. അതായത് sieve analysis നടത്തിയപ്പോൾ 4.75 mm മുകളിൽ ഇത്ര പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ആയി എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗ്രാവലല്ല. ഇവർ പറയുന്നത് എന്താണ്? 65% പാർട്ടിക്കിൾസ് ലൈ ബിറ്റ്വീൻ 4.75 and 72. അതായത് 50%-നേക്കാളും കൂടുതൽ 4.75-ന്റെയും 75 മൈക്രോണിന്റെയും ഇടയിൽ വരികയാണെങ്കിൽ എന്താണ്? അത് സാൻഡ് ആണ്, മനസ്സിലായോ? 50%-നേക്കാളും കൂടുതൽ, അപ്പൊ 65 അല്ലേ, 50%-നേക്കാളും കൂടുതൽ 4.75 mm 70 അതിന്റെ ഇടയിൽ കുറെ സീവുകൾ ഉണ്ട് കേട്ടോ. 4.75 കഴിഞ്ഞാൽ 2.36 വരും, 1.18 അങ്ങനെ 150 മൈക്രോൺ, പല മൈക്രോൺസ് സീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ എല്ലാം കൂടി സം ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ടോട്ടൽ 65% വന്നു അല്ലെ. അപ്പോ 4.75-ന്റെ 75 മൈക്രോണിന്റെ ഇടയിലാണ് ഇത്രയും വന്നതെങ്കിൽ 50%-നേക്കാളും കൂടുതൽ വന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് സാൻഡ് ആണ് എന്നാണ് അർത്ഥം. ഇനി സാൻഡിനെ തന്നെ നമുക്ക് എന്ത് പറയണം? സാൻഡിന്റെ പേരിടുകയാണെങ്കിൽ നേരത്തെ ക്ലേക്ക് ലോ ഹൈ ഇന്റർമീഡിയറ്റ് ആയിരുന്നെങ്കിൽ സാൻഡിനാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പേരിടുക? അതിന് വെൽ ഗ്രേഡഡ് ആണെങ്കിൽ SW എന്നുള്ള പേര് കൊടുക്കും, പുവർലി ആണെങ്കിൽ SP എന്നുള്ള പേര് കൊടുക്കും. അപ്പൊ അതിനാണ് ഈ ലൈൻ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. SP ആണോ SW ആണോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ നിന്ന് സാൻഡ് എന്ന് മനസ്സിലായി. സെക്കൻഡ് ലൈനിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? വെദർ ഇറ്റ് ഈസ് SP ഓർ SW. ഇനി അതിലും ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ലൈനും കൂടി അവർ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഇതുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കോഴ്സ് ഗ്രെയിൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് 50% കോഴ്സ് ആയതുകൊണ്ട്, കോഴ്സ് പറയുമ്പോൾ എന്താ, 75 മൈക്രോണിനേക്കാളും കൂടുതൽ 65% വന്നു, മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 75 മൈക്രോണിലൂടെ എത്ര പാസ് ചെയ്ത് പോയിട്ടുള്ളൂ? ഐഷ ഉണ്ട് ഇവിടെ? ഐഷ പോയോ? ആരെങ്കിലും പറഞ്ഞേ? 65% 4.75 മുകളിൽ ഒന്നുമില്ല. ആ ടോട്ടൽ വെയിറ്റിന്റെ 65% 4.75-ന്റെ 75 മൈക്രോണിന്റെ ഇടയിലാണെന്ന് പറഞ്ഞാൽ
75 മൈക്രോണിലൂടെ പാസ് ചെയ്തത് എത്രയായിരിക്കും? ആൻസർ കിട്ടിയവർ അവിടെ നിന്ന് എഴുതി വെച്ചോ. മൊത്തം ഒരു സോയിൽ എടുത്തു, ആ സോയിലിന്റെ 65% 4.75 and 75 മൈക്രോൺ ഇടയിൽ റീറ്റെയിൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്, പാസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. Now as last C we have kept 75 micron. So what will be the percentage of soil passing through your 75 micron as per this observation? എത്രയായിരിക്കും? എല്ലാം കൂടി കൂട്ടിയാൽ 100 വരണ്ടേ? അപ്പോൾ എത്രയായിരിക്കും? ആൻസർ കിട്ടിയവർ അവിടെ എഴുതി വെച്ചോളൂ, ഞാൻ നോക്കാം. ഇപ്പം 65 ആണ് അവിടെ വന്നെങ്കിൽ ബാക്കി 35% എന്താണ്? ഇത് കണ്ട, ആ 75 മൈക്രോണിലൂടെ പാസ് ചെയ്തതാണ്. അതെടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഇത്ര കിട്ടിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രൈമറിലി സോയിൽ സാൻഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കാം, മനസ്സിലായോ? അപ്പോൾ അത് ഇങ്ങനെ എഴുതി വെക്കും. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ വെൽ ഗ്രേഡഡ് ഓർ പുവർലി ഗ്രേഡഡ് ആണെന്ന് അറിയണമെങ്കിൽ CO ഗ്രേറ്റർ ദാൻ 6 ആണ് ആൻഡ് CC ബിറ്റ്വീൻ 1 and 3 ആണെങ്കിൽ എന്താണ് ഇവർ പറയുന്നത്? എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, CC 1 and 3 ഇടയിലാണെങ്കിൽ വെൽ ഗ്രേഡഡ് എന്നുള്ള നോമൻക്ലേച്ചർ ആണ് നമ്മൾ കൊടുക്കുക. സോ യുവർ സാൻഡ് ഇസ് വെൽ ഗ്രേഡഡ്, SW വെൽ ഗ്രേഡഡ് സാൻഡ് എന്ന് എഴുതണം, ബ്രാക്കറ്റിൽ SW എന്ന് എഴുതണം. അത്രയും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് ലൈനും കൂടി വന്നു, ഫൈനൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നു, മനസ്സിലായോ? അപ്പോൾ അത് നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇനിയിപ്പോൾ ആ ഗ്രാഫ് മനസ്സിലുണ്ടല്ലോ, പ്ലാസ്റ്റിക് ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫൈനൽ ഫ്രാക്ഷൻ ക്ലേ ആണോ, സിൽട്ട് ആണോ, ഓർഗാനിക് സോയിൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതി 40 - 20 20 ആണ്. 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -20 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. സാനി ഇപ്രാവശ്യം കൂടി ഇത് പറഞ്ഞോളൂ. അവിടെ എത്രയാണ് വന്നതെന്ന് വെച്ചാൽ ആൻസർ പറയുക. 40 - 20, 20% is the liquid limit of our soil, of our sample soil, and A line is 0.73 into liquid limit -20, that is 0.73 into 40 - 20. എത്ര വാല്യൂ വന്നേ? $14.6. 14.6. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ആണ്, നമ്മുടെ സോയിൽ 20 ആണ്, അവർക്ക് കിട്ടിയ A ലൈന് 14 പോയിന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ദ സോയിൽ സാമ്പിൾ കൺഫേംസ് ടു ദി എബവ് ഓഫ് ദി A ലൈൻ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ക്ലേ ആണ്. ഇനി ക്ലേയുടെ ലിക്വിഡ് ലിമിറ്റ് 40% എന്ന് പറയുമ്പോൾ എന്താണ്? 35 ചോടയാണെങ്കിലാണ് എന്ത് നമ്മൾ പറയുക? ഓക്കെ, അങ്ങനെ പറയാം. അപ്പം പക്ഷെ അത് അങ്ങനെ പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ അവസാനം ഇവിടെ പോയി ഇവിടത്തെ ബസാനിയെ പറഞ്ഞതുപോലെ തന്നെ ക്ലേ ആണെന്ന് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ക്ലേ ഓഫ് ഇന്റർമീഡിയറ്റ് 50% എബോവ് ആണെങ്കിലാണ് എന്ത് വരിക? ഹൈ കംപ്രസിബിലിറ്റി. 35 ചോടയാണെങ്കിൽ ഇത് വരും. നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് 40 ആയതുകൊണ്ട് CI ആണ് വരിക. വേണമെങ്കിൽ അത് എഴുതി വെച്ചോളൂ, CI എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാം. പക്ഷേ നമ്മുടെ സാൻഡ് ആണെന്നറിയില്ല, പ്രൈമറി സോയിൽ സാൻഡ് അല്ലേ? അപ്പം വെൽ ഗ്രേഡഡ് സാൻഡ് അത് ഫിറ്റ് ചെയ്യാം. പക്ഷെ ഇവർ പറയുന്നത് ക്ലേ ഫ്രാക്ഷൻ പ്രിഡോമിനൻ്റ് ആയിട്ട് വരുമ്പോൾ 35% ഓഫ് ക്ലേ ഫ്രാക്ഷൻ പ്രിഡോമിനൻ്റ് ആയിട്ട് വരുമ്പോൾ യു ഹാവ് ടു ആഡ് ദി നെയിം ഓഫ് ക്ലേ വിത്ത് ദി സാൻഡ്. അപ്പം അങ്ങനെയാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിനേക്കാളും നല്ല പേര് ഇപ്പോൾ കിട്ടി. വെൽ ഗ്രേഡഡ് സാൻഡ് എന്നുള്ളത് ഓക്കെ, പേര് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ 35% ഇവിടെ എന്താ പറഞ്ഞത്? വെൻ ഫൈൻസ് ഗ്രേറ്റർ ദാൻ 12%, ഫൈൻസ് 12%-നേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? 75 മൈക്രോണിൽ പാസ് ചെയ്ത് 35% വന്നു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി പ്ലാസ്റ്റിറ്റി ചാർട്ട് ആൻഡ് യു ഹാവ് ടു ഫിറ്റ് ദി നെയിം ഓഫ് സാൻഡ് ബൈ ആഡിങ് ദി ക്ലേയുടെ പേര് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പം നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? ക്ലേ സാൻഡിനെ പറയാൻ പാടുള്ളൂ. എപ്പോഴും സാൻഡാണ് ഹീറോ അല്ലേ? ഇത് സപ്പോർട്ടിങ് റോളാണ്. അപ്പം ക്ലേ സാൻഡാണ്. പേരിടുമ്പോൾ എന്താ? ആദ്യം സാൻഡിൻ്റെ പേര് എഴുതണം, S, പിന്നെ C എന്നുള്ള പേര് എഴുതണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഇതിൽ അവർ എഴുതുന്നത്. സാൻഡിൻ്റെ S ആദ്യം എഴുതണം, ക്ലേയുടെ C പിന്നെ എഴുതണം. പേര് എഴുതുമ്പോൾ ക്ലേ കലർന്ന സാൻഡ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ക്ലേ സാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പേര് എഴുതി വെക്കാതിരിക്കരുത്. പക്ഷേ അതിൻ്റെ ശേഷം ഇത് കണ്ടോ, 35% 12% വന്നുകൊണ്ട് ദ ക്ലാസിറ്റി ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലാസ്റ്റിറ്റി ചാർട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കണ്ടോ, ഇത് അവർ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇവർ ചോദിക്കും എന്നറിഞ്ഞാലല്ലേ നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇതേവരെ നമ്മൾ റുട്ടീൻ രീതിയിൽ കോളേജിൽ ചെയ്യിപ്പിച്ച നോട്ട്സാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഇവരിപ്പോൾ ഇത് ചോദിച്ചു, അപ്പോൾ നമ്മൾ ഇത് പഠിക്കും വേണം. മനസ്സിലായോ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ
വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ആ ഒരു മൊഡ്യൂളിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ക്ലാസ്സിൽ ജയിച്ചു, ഇതിനെ കുറിച്ചൊന്നും പറയില്ല, ഇത് പെർമിബിലിറ്റിയിൽ. പക്ഷെ ഞാൻ ഇത് പറയാൻ വിട്ടുപോയി. ഓൾസോ കമൻറ്റ് ഓൺ ദി ടൈപ്പ് ഓഫ് സോയിൽ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഒന്നും എടുത്ത് നോക്കുക കേട്ടോ. അപ്പം അതിൽ കെയുടെ വാല്യൂ, ക്വസ്റ്റ്യൻ്റെ പെർമിബിലിറ്റി ടു ദി പവർ 10⁻⁻ ഓഫ് ദി ഓർഡർ ഇത്രയൊക്കെ ആണെങ്കിൽ ലോ പെർമിബിലിറ്റി അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? ലോ പെർമിബിലിറ്റി എന്ന് പറയുമ്പോൾ വെള്ളം കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ആരായിരിക്കും? ഫൈൻ ഗ്രെയിൻ സോയിൽസ് അല്ലേ. ഫൈൻ ഗ്രെയിൻ സോയിൽസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സിൽട്ടോ സാൻഡോ, സാൻഡല്ല, സിൽട്ടി ക്ലേയോ ഒക്കെ ആയിരിക്കും. സിൽട്ട് ആയിരിക്കാം, ക്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ സിൽട്ടി ക്ലേ ആയിരിക്കാം, ക്ലേ സിൽട്ട് ആയിരിക്കാം. അപ്പോൾ അത് ഇവിടെ ഇവർ പറയുന്നു ഇങ്ങനെ സിൽട്ടി ക്ലേ ഓർ ക്ലേ എന്നുള്ള രീതിയിലാണ് ആൻസർ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി 10 ടു ദി പവർ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, കെ വാല്യൂ ഹൈ ആണെങ്കിൽ എന്താ പറയുക? നമ്മൾ ഗ്രാവലായിരിക്കും. ഏറ്റവും കൂടുതലാണെങ്കിൽ അത് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കുക, പഠിക്കുന്ന സമയത്ത് നോക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ലെവലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ ശേഷം അത് കമൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇൻഫറൻസും കൂടി നിങ്ങൾക്ക് അറിയണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാബൊക്കെ ചെയ്താലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും ഒരു ടഫായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ ടഫാണെങ്കിൽ നമ്മൾ അതിനേക്കാളും ടഫായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഇതുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കമൻറ്റ് കൂടി ആഡ് ചെയ്യുക. മനസ്സിലായി? ഇതിൻ്റെ ടേബിളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കി ഒന്ന് പഠിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കെ വാല്യൂ എന്ന് പറയുമ്പോൾ ബോൾഡേഴ്സും കോബിൾസും ഒക്കെ ആയിരിക്കും അല്ലേ, വല്ല പാറക്കഷ്ണങ്ങൾ അങ്ങനത്തെ, പിന്നെ ഗ്രാവൽ, പിന്നെ സാൻഡ് ആയിരിക്കാം. ആ രീതിയിലാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഏറ്റവും ലോ ആണെങ്കിൽ ഇതായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇതും കൂടി ഒന്ന് എഴുതി വെച്ചോട്ടെ. ആ ഒരു ഇതിൽ അസൈൻമെൻറ്റിൽ ട്യൂട്ടോറിയൽ ആഡ് ചെയ്യാം. ഇനി അടുത്ത ട്യൂട്ടോറിയൽ 6 എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യിക്കില്ല, പക്ഷെ കാരണം നിങ്ങൾ എന്നത് ചെയ്യാം. നമ്മൾ ക്യാപ്പിലാരിറ്റിയുടെ സംഭവമല്ലേ, ഇത് ഓൾറെഡി ഞാനൊരു റെക്കോർഡ് തന്നെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാപ്പിലാരിറ്റി ആക്ഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. ഇവിടെ ഇതിനൊക്കെ ടു ദി പവർ 3 മുകളിൽ എഴുതണം കേട്ടോ. അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. kN/m³. അപ്പോൾ ഇത് നോക്കി ഇത് നിങ്ങളായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇതിൽ ഡയഗ്രാംസ് വരയ്ക്കണം. ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ സ്കെയിൽ ഇത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനൊന്ന് ഷെയ്ഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ അത് ഓരോ ലെവലിലും കണ്ടുപിടിക്കണം. പക്ഷെ അവളെ എന്താണ് ഇത് ക്യാപ്പിലറി ആക്ഷൻ വന്നുകൊണ്ട് ക്യാപ്പിലറിറ്റി അവസാനിക്കുന്ന ലൈൻ്റെ ജസ്റ്റ് ബിലോ എടുത്തിട്ട് വേണം ചെയ്യാൻ. ബിക്കോസ് ദർ ഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദി പോർ പ്രഷർ അറ്റ് ദാറ്റ് ഇൻ്റർഫേസ്. അതുകൊണ്ടാണ് ജസ്റ്റ് ബിലോ എബോ അവിടെ എടുക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കട്ടെ അവർ. ഈ ഒരു രീതിയാണെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അവിടെ രണ്ടെണ്ണം എടുത്തതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എബോ ജസ്റ്റ് ബിലോ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പോർ പ്രഷർ ബിൽഡപ്പ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായി. അപ്പോൾ ആ ഒരു ചേഞ്ച് മീൻസ് അത് ക്ലിയർ ആയിട്ട് കൺവിൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എബോ ആൻഡ് ജസ്റ്റ് ബിലോ യു ഹാവ് ടു ഡ്രോ ഇൻ ഓർഡർ ടു ഷോക്കേസ് യുവർ പോർ പ്രഷർ ഡയഗ്രാം ആൻഡ് ഇഫക്റ്റീവ് സ്ട്രെസ് ഡയഗ്രാം. മനസ്സിലായോ? അപ്പോൾ അത് പഠിക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾ ചെയ്യുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ഏതൊരു ക്ലാസ് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. എന്താണ് ഇതുവരെ വായിക്കാത്ത ഒരാൾ അവിടെ ഒന്ന് വായിച്ചേ. പേര് വിളിക്കാത്ത ആരെങ്കിലും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വേഗം ഇതൊന്ന് വായിച്ചേ. ദീപേഷ് സാനിയെ വായിച്ചിട്ടുണ്ടായിരുന്നു, അശ്വിൻ വായിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരാ അപ്പം അവിടെ ഉള്ളത്? ബാക്കിയുള്ളവരൊന്നും ഇല്ലേ? പ്രാർത്ഥനയുണ്ടല്ലോ, പ്രാർത്ഥനയില്ലേ അവിടെ? ഇത് വായിച്ചു. A saturated soil has a specific gravity of solids G equal to 2.65, and water content W equal to 25%. Determine the critical hydraulic gradient. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ക്ലിയർ ആയി, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. സാച്ചുറേറ്റഡ് സോയിൽ ആണെന്ന് പറയുമ്പോൾ എന്താണ്? S=1 ആണ്. ആ വാക്കിൽ നിന്ന് അത് മനസ്സിലാക്കണം. S=1, G 2.65, സ്മോൾ w 25 മീൻസ് 0.25. മനസ്സിലായോ? ഇനി അവരുടെ ചോദ്യം എന്താണ്? ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ലിക്വിഫാക്ഷൻ എന്തായിരുന്നു അതിൻ്റെ പേര്? ക്യുക്സാൻ കണ്ടീഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഉണ്ടാവുന്ന എന്താണ് IC > 1 ഒക്കെ വരുമ്പോഴാണ് ഈ ലിക്വിഫാക്ഷൻ എന്താണ് അതിൻ്റെ പേര്? ക്യുക്സാൻ കണ്ടീഷൻ വരിക. മനസ്സിലായോ? സോയിൽ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങുമെന്ന് പറയുന്ന ഷിയർ സ്ട്രെങ്ത് 0 ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ വരുന്ന ഒരു ടേമാണ് ഈ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. IC = G - 1/1 + E.
അപ്പൊ ഇതിൽ ഇനി എന്താ പ്രശ്നം? ജി തന്നിട്ടുണ്ട് അല്ലേ? പ്രാർത്ഥന ഇപ്പൊ പറഞ്ഞു 2.65 ആണ്. 2.65 - 1/1 + ഇ അറിയില്ല, പക്ഷെ ഈ കണ്ടുപിടിച്ചുകൂടെ നിങ്ങൾക്ക്? നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താണ്? ES = പ്രാർത്ഥന പറഞ്ഞേ, ES = എന്താണ്? ES = WG അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ES = WG ആണെങ്കിൽ നമുക്ക് ഈ കണ്ടുപിടിച്ചൂടെ? W എത്രയാ? 0.25. W × G എത്രയാണ്? 2.65. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? S = 1 ആണ്, ഫുള്ളി സാച്ചുറേറ്റഡ്. ഇനി പാർഷ്യലി സാച്ചുറേറ്റഡ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ S എത്രയായിരിക്കും? 0.5 ആയിരിക്കും. മനസ്സിലായോ? ഇനി അത് ഡ്രൈ സോയിൽ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. S = 0 ആകുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ചോദിക്കുന്നുണ്ടാവും. ഡ്രൈ സോയിലിൽ അത് വരില്ലല്ലോ. ലിക്വിഫാക്ഷൻ എന്ന് പറയുമ്പോൾ വെള്ളം വരുമ്പോഴല്ലേ ഇത് വരുന്നത്. മനസ്സിലായി? അപ്പൊ അതാണ് S ഇതിൽ വന്നിട്ട് കിട്ടിയാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് എന്തായാലും നോട്ടിലേക്ക് എഴുതി പഠിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. IC ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് IC ആണ് കേട്ടോ. ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് C എന്ന് പറയുന്ന നൊട്ടേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. IC അവസാനം വാല്യൂ 0.99 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടുന്നില്ലേ നോക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതോടെ ഈ ഇഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാ. ഇത് മാത്രമാണ് ചെയ്യാൻ മീൻസ് ഇതിപ്പോഴല്ലേ കിട്ടിയേ, ഇത് ഇപ്പോഴാണ് ഒന്ന് ചെയ്തത്. അതുകൊണ്ട് ഇത് വേറെ ട്യൂട്ടോറിയൽ ആയിട്ട് തന്നെ ആഡ് ചെയ്ത് പഠിക്കണം. അപ്പൊ അതിപ്പോ ഒന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നോക്കാൻ എളുപ്പമാണല്ലോ വെച്ചിട്ടാണ് ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ തരുന്നത് കേട്ടോ. ഇനി അടുത്ത ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോ അവരാരുള്ളത് ഒന്ന് വായിച്ചേ. ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും? ആർദ്ര ഉണ്ടായിരുന്നല്ലോ. ആർദ്ര അവിടെ ഇല്ലേ? ആർദ്ര, അശ്വിനുണ്ട് അവിടെ? അശ്വിൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചേ. അശ്വിനുണ്ടോ അവിടെ? ഇത് കാണുന്നുണ്ട്, ഇതൊന്ന് വായിച്ചോ. ക്വസ്റ്റ്യൻ കേട്ടോ. സ്ക്വയർ ഏരിയ of 1 mm by 1.5 mm by 1.5 at the ground surface carries a uniformly distributed load of 200 kN per meter square. Determine the increase in vertical pressure at a depth of 2 meters directly below the center of the load area using the approximate 2:1 stress distribution method. Okay, very good. Thank you, Ashwin. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. സ്ക്വയർ ഏരിയ അല്ലെ, ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഡയമെൻഷൻ സ്ക്വയർ ആണ്. അപ്പൊ 1.5 മീറ്റർ ബൈ 1.5 മീറ്റർ ആണ്. അതിൽ വന്നിട്ടുള്ളത് UDL ആണ്, 200 kN/m². ഇനി ഇവരുടെ ചോദ്യം എന്താണ്? ആ ഫൂട്ടിങ്ങിന്റെ താഴെ 2 മീറ്റർ താഴെ അതിന്റെ സെന്ററിൽ എത്രയായിരിക്കും സ്ട്രെസ്? ആൻഡ് യു ഹാവ് ടു അപ്ലൈ ബോസിനെസ്ക് ഒന്നും അപ്ലൈ ചെയ്യണ്ട, ഇവർ പറഞ്ഞ മെത്തേഡ് മാത്രം ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2:1. ഇത് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മൾ ഇവിടെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഗ്രൗണ്ട് സർഫസിൽ വന്നത് 200 kN/m² ആണ്. ഗ്രൗണ്ടിലത്തെ ഏരിയ എത്രയായിരുന്നു? 1.5 മീറ്റർ ബൈ 1 അല്ലേ? ഫൂട്ടിംഗ് ഏരിയ ആണ് ഗ്രൗണ്ട്. ഗ്രൗണ്ട് മീൻസ് ആ ഒരു ഫൗണ്ടേഷൻ സോയിലിന്റെ ഫൗണ്ടേഷൻ ഏരിയ എത്രയായിരുന്നു? 200 kN/m². was applied at 1.5 meter by 1.5 meter. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്കണം അതിനെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 200 × 1.5 × 1.5 ചെയ്യുമ്പോൾ നമ്മൾക്ക് ഗ്രൗണ്ടിലുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് കിട്ടും. ലോഡ് ബൈ ഏരിയ ആണ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് കിട്ടും അല്ലേ? അപ്പോൾ ഇത് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് ലോഡ് ക്യാപിറ്റൽ Q കിട്ടി. ലോഡ് ബൈ ഏരിയ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട്, ഇതിലെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സാധനം ഇവിടെ പോയി അല്ലേ? നമ്മുടെ സാധനം ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് കിടക്കണേ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ വരുമ്പോൾ താഴത്തേക്ക് എന്ത് പോവും? ഇതിൻ്റെ ഇത് ഇവിടെ എത്തുമ്പോൾ ഇത് വരച്ച് വരുമ്പോൾ ഇനി ഇങ്ങനെ എന്താവണം കണ്ടോ? ഇത് ഇങ്ങനെ ആവും എന്നാണ് പറയുന്നത്. ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് ഇവിടെ എത്തുമ്പോൾ ഇത്ര ഡെപ്തിൽ താഴെ സെഡ് എന്ന് പറയുന്ന ഡെപ്തിൽ എത്തുമ്പോൾ ഏരിയ അങ്ങനെ ആവുന്നല്ല. അതായത് നമ്മൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫൂട്ടിങ് എങ്കിൽ ആ ലോഡ് എങ്ങനെയാണ് ഷെയർ ചെയ്ത് പോകുന്നത്? അതിൻ്റെ ലോഡ് ഇവിടെ എത്തുമ്പോൾ കുറയില്ലേ? ആ കുറയുന്നത്
എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇതെന്ന് പറയുന്നത് 2:1 രീതിയിലാണ് അതിൻ്റെ ഇത് വരിക, ലോഡ് ട്രാൻസ്ഫർ വരിക. മനസ്സിലായോ? അപ്പോൾ എന്താണ് നിങ്ങളിവിടെ സെഡ് എന്ന് പറയുന്ന ഡെപ്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സെഡ് എന്നുള്ള ഡെപ്തിലാണെങ്കിൽ ഇതെന്താണ് ബി ആണ്, ഇത് ബി ആയിരുന്നു, ഇത് ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ ബി എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എത്രയാവും? ഇത് കണ്ട വലിപ്പം കൂടിയത് കണ്ട, ആ വലിപ്പം കൂടുന്നത് എങ്ങനെയാ കൂടുന്നത്? ഇത് ബി ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ബി അല്ലേ, ഇതല്ലേ ബി. ഓക്കെ, ഇനി ഇത് മൊത്തം ഇതല്ലേ സെറ്റ്, ഇത് വരെ ഉള്ളൂ കേട്ടോ, ഇതില്ല. അപ്പോൾ ഇത് എന്ത് വരും? ഇവിടുത്തെ ഇത് എത്ര വരും? ഇത് ബി തന്നെ, ഇത് ബി ആണ്. ഇവിടെ എന്ത് വരും? ഇത് Z/2 വരും, ഇതും Z/2 വരും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടുത്തെ ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ B+Z വരും. അതുപോലെ ഇത് എത്ര വരും? B+Z തന്നെ ഇവിടെ വരും അല്ലേ, കാരണം ഈ ബി എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്തായി മാറുന്നു? B+Z, ഇത് ബി ആണ്, B+Z/2 Z/2, ഇവിടെ എന്താണ്? അതും B+, അങ്ങനെയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം? ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ വന്ന ലോഡിനെ നമ്മൾ ക്യാപിറ്റൽ Q ആക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ എന്ത് വരും? 200 × 1.5 × 1.5 മീറ്റർ ആണ്. അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 200 × 200 UDL ഓൺ ദി ഗ്രൗണ്ട് സർഫസ് ഫോർ എ ഫൗണ്ടേഷൻ ഏരിയ ഓഫ് 1.5 × 1.5 അല്ലേ, അതാണ് അവിടെ വന്ന കോൺസെൻട്രേറ്റഡ് ലോഡ്. അത് ഇവിടെ എത്തിയപ്പോൾ എത്രയാണ്? 2 മീറ്റർ എന്ന് പറയുന്ന ഡെപ്തിലെത്തിയപ്പോൾ എത്ര ഏരിയയിലേക്കാണ് സ്പ്രെഡ് ആയത്? ഏരിയയിലേക്ക് സ്പ്രെഡ് ആയത് ആക്ച്വലി ഉണ്ടായിരുന്ന 1.5 എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? പ്ലസ് ഇസെഡ് എന്ന് പറയുമ്പോൾ എത്രയാ? ഇവർ പറയുന്ന ഇസെഡ് 2 മീറ്റർ. മനസ്സിലായോ? ഇനി ഇൻറ്റു മറ്റേ വശവും സ്ക്വയർ ആയതുകൊണ്ട് 1.5 + 2 വരും. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇത് റെക്റ്റാങ്കുലർ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ എല്ല് ഇവിടെ ബി ഇവിടെയും കൊടുക്കാം. ഇവിടെ ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് 1.5. ഇവിടെ എത്ര? 3 മീറ്റർ ബൈ 1.5 മീറ്റർ ആണെങ്കിൽ ഇവിടെ 3 വരും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇത് വരും. അപ്പോൾ ഇവിടെയും അത് 3 കൊടുക്കണം, എത്രയാണോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? kN/m. ഇവർ ചെയ്തത് വേറെ രീതിയിലാണ്, പക്ഷെ ആൻസർ ഇത് കിട്ടുന്നില്ലേ നോക്ക്. വേറെ രീതിയൊന്നുമല്ല, അത് നമ്മൾ പറഞ്ഞ ആ രീതി അങ്ങനെ എഴുതിയില്ല എന്ന് മാത്രം, Q/Z എന്ന് എഴുതിയെന്ന് മാത്രം. മനസ്സിലായോ? ഈ 450 തന്നെ നമ്മൾ പറഞ്ഞത് തന്നെ, സംഭവമൊക്കെ തന്നെ, പക്ഷേ എന്ത് ചെയ്തു? നൊട്ടേഷൻസ് മാറിയെന്ന് മാത്രം. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് നമ്മുടെ അസൈൻമെൻറ്റ് ട്യൂട്ടോറിയലായിട്ട് എഴുതണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഇവിടെ എന്താണ്? ഇവിടെ 2 പോയിന്റ് ലോഡ്സ് കണ്ടോ? അത് 5 kN ഉണ്ട്. ഇവിടെ ഇതും 5 kN ആണ്. അത് തമ്മിലുള്ള ഗ്യാപ്പ് 10 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ 4 മീറ്റർ ചോടെയുള്ള സ്ട്രെസ്സാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ പോയിന്റ് P. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ കാണാതെ പഠിക്കണം. എന്തായിരുന്നു സാധനം? 3Q/, കണ്ട ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 3Q/2πz² × 1/1 + r/z² അല്ലേ? ഇനി എന്താണ്? 3Q/. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ സ്ട്രെസ്, ഈ ലോഡ് കാരണം ഇവിടെ സ്ട്രെസ് വരും, ഈ ലോഡ് കാരണം ഇവിടെ സ്ട്രെസ് വരും. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് മാത്രം ഇവിടെയുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് × 2 ചെയ്താൽ മതി. അത് മിഡ് പോയിന്റിൽ ആയതുകൊണ്ട് മാത്രം കേട്ടോ, അല്ലെങ്കിൽ അതിന് പറ്റില്ല. ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് മിഡ് പോയിന്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? 3Q/2πz². Q എന്ന് പറയുമ്പോൾ എത്രയാണ്? ക്യാപിറ്റൽ 5 kN. അപ്പോൾ അതാണ് Q5 കൊടുക്കുക. ഇനി Z എന്ന് പറയുമ്പോൾ ഏത് ഡെപ്തിലാണോ കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് 4 മീറ്റർ ബിലോ, അത് ഇവിടെ എന്ത് കൊടുക്കുക? 5 മീറ്റർ കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ആറിൻ്റെ സംഭവം അതാണ്, R/Z ഉണ്ട്. R/Z എന്ന് പറയുന്നത് എന്താണ്? 5 മീറ്റർ തന്നെയാണ് അല്ലേ? ഈ R എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ ലൈൻ ഇങ്ങനെ താഴ്ത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ ലൈനും ഈ ഒരു ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? R എന്ന് പറയുക, റേഡിയസ്. മനസ്സിലായി? ഇവിടെ നിന്ന് ഇവിടേക്കുള്ളതല്ല കേട്ടോ, ഗ്രൗണ്ടിൽ നിന്നല്ല. നമ്മുടെ ആ ലൈൻ പോകുന്ന വഴി ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ആ പിയുടെ ലൈനിൽ അതേ ഇതിൽ വരുമ്പോൾ ഇവിടുന്ന് ഒരു വര വരച്ചിട്ട് ഇവിടെ മുട്ടുമ്പോൾ അത് എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്താണ്? 5 മീറ്റർ അല്ലേ? മനസ്സിലായി? നടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 5 മീറ്റർ ആണ്. അപ്പോൾ എന്ത് കൊടുക്കുന്നു? R/Z എന്ന് പറയുമ്പോൾ 5, റേഡിയസ് 5 ആണ്, /4 ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ σz കണ്ടുപിടിക്കുന്നു. അപ്പോൾ 2 ലോഡും ഒരേ സിമെട്രിക് ആയതുകൊണ്ട് 2 × ചെയ്താൽ പോരെ. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ ഇതും നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്. ഇനിയിപ്പോൾ എത്ര ആളായി? ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ ഇല്ലേ?
കീപ്പ് ചെയ്യാം. ആരും പോയിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും നിങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നിങ്ങളിന്ന് ഇനി ആരും പോകരുത്. അപ്പൊ ഇത് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതായിരുന്നു? ഇത് കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് ഈ ട്യൂട്ടോറിയൽ 8 ട്രൈആക്സിയൽ ടെസ്റ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു എളുപ്പം ക്വസ്റ്റ്യൻ ആണ് വെച്ചത്. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കണേ? കൺഫൈനിങ് പ്രഷർ 100 kN/m², അല്ലേ? കൺഫൈനിങ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ? σ3 അല്ലേ? അത് മനസ്സിലാക്കണം. കൺഫൈനിങ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് σ3 ആണ് കൺഫൈനിങ് പ്രഷർ. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് 100 kN/m², അല്ലേ? ഇനി ഡീവിയേറ്റർ സ്ട്രെസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? σ3 എത്രയാണ്? 100 ആണ്. യൂണിറ്റ് എഴുതാം കേട്ടോ. σ3 100. σ1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഡീവിയേറ്റർ സ്ട്രെസ് തന്നിരിക്കണ σ1 കണ്ടുപിടിക്കാനാ. അപ്പൊ എന്താണ്? σc + σd ആണ് നമ്മുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. σ3 + σd, σc + σd. ഇത് 100, അതിന്റെ കൂടെ ഡീവിയേറ്റർ സ്ട്രെസ് 50. അപ്പൊ 150 വരില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മോർ സർക്കിൾ വരച്ചിട്ട് അത് ഇത് ചെയ്യാനാ പറഞ്ഞിരിക്കണേ. മനസ്സിലായി? ഗ്രാഫിക്കലി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ വാല്യൂ എങ്ങനെയാ വരണേ? 100, പിന്നെ 150, അല്ലേ? അപ്പൊ 100 ആയതുകൊണ്ട് 200 എടുക്കാം, അല്ലെങ്കിൽ 50 100 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഗ്രാഫിൽ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ എങ്ങനെയാണോ എടുത്തത് അതുപോലെ ഇവിടെ 100 200 എടുക്കുന്നു. ഇതിവിടെ എന്താണ്? ഇവിടെ നോർമൽ സ്ട്രെസ് എഴുതണം കേട്ടോ. സിഗ്മ എന്ന് പറഞ്ഞിട്ട് നോർമൽ സ്ട്രെസ് ആണെന്നുണ്ട്. യൂണിറ്റ് kN/m² എഴുതണം. ഓക്കെ, ഇവിടെ ടോ ആണെന്നുള്ളത് എഴുതിയിട്ട് കിലോന്യൂട്ടൺ. ടോ എഴുതിയാൽ പോരാ, ഷിയർ സ്ട്രെസ് തന്നെ എഴുതണം, കിലോ. ഇനി ഇവിടെ എന്ത് എഴുതണം? ഷിയർ സ്ട്രെസ് വേഴ്സസ് നോർമൽ സ്ട്രെസ് എന്നുള്ളത് എഴുതണം. ഇവിടെ സ്കെയിൽ എഴുതിയിട്ടുണ്ടാണ്. ഇത്രയൊക്കെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് മോർ സർക്കിൾ വരയ്ക്കണം, അല്ലേ? മോർ സർക്കിൾ വരയ്ക്കാനായിട്ട് എന്താ? σ3 100 ആണ്. അപ്പൊ അത് കിട്ടി. സിഗ്മ മറ്റേതോ 150 ആണ്. അപ്പൊ 150 ഇവിടെ കിട്ടി. ഇത് ഡയമീറ്റർ എൻസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ഡയമീറ്റർ. ഇത് ഡയമീറ്റർ ആണ്. അപ്പൊ ഇതിനിവിടെ സെന്റർ കിട്ടി. കോമ്പസ് എടുക്കുന്നു, സെന്ററിൽ കുത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഫ് സർക്കിൾ വരച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി ഇവര് പറയുന്നുണ്ട് ദ ഫെയിലിയർ എൻവലപ്പ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഫെയിലിയർ എൻവലപ്പ് ഒറിജിനിലൂടെ പാസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതങ്ങനെ ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇനി ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. അപ്പൊ എന്താണ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്? എന്താ? കോഷൻ എത്ര വരും? കോഷൻ എത്ര വരും? ഒറിജിനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കോഷൻ ഉണ്ടോ? ഇല്ല. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. 5 പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യുക. വാട്ട് ഈസ് ദിസ് ആംഗിൾ? അപ്പൊ 5 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ അത് എത്ര ഡിഗ്രി ആണെന്നുള്ളത് നോക്കാം. ഇനി ഇൻക്ലിനേഷൻ ഓഫ് ദി ഫെയിലിയർ പ്ലെയിൻ എന്നും പറയുന്നുണ്ട്. ഇൻക്ലിനേഷൻ ഓഫ് ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആൽഫയാണ്. അത് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. കാരണം ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. സിയും 5ഉം കിട്ടി. ഇൻക്ലിനേഷൻ ഓഫ് ഫെയിലിയർ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? 45 + 5/2. 5 നിങ്ങൾക്ക് കിട്ടി. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കിട്ടി. അപ്പൊ അതേ ബൈ 2 ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ആൻഡ് ദാറ്റ് ആൻസർ ഈസ് ഇൻക്ലിനേഷൻ ഓഫ് ദി ഫെയിലിയർ പ്ലെയിൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വളരെ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ അത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇത് കുഴപ്പമില്ല, ഇത് വളരെ എളുപ്പം അല്ലേ? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനറും നേരിട്ട് തന്നിട്ടുണ്ട്, കോഹഷനും തന്നിട്ടുണ്ട്. ഇനി ഇവര് പറയുന്നത് എന്താണ്? നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്ക് σ1 അറിയാലോ. എത്രയാ? 300. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്രാഫിക്കലി വരയ്ക്കും. ഇതിൽ ഏത് വരയ്ക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനർ എത്രയാ? 100, മറ്റേത് 300. അപ്പൊ അതേ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ വരച്ചിട്ട് കോഷൻ എത്രയാ? 20. അപ്പൊ അവിടുന്ന് കണക്ട് ചെയ്ത പോലെ ഇങ്ങനെ വരയ്ക്കാം, ഗ്രാഫിക്കലി വരയ്ക്കാം കേട്ടോ. അപ്പൊ അതിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 5 കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ദിസ് ഇസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ക്ലിയർ അല്ലേ? സാനിയ ഓക്കെ അല്ലേ? പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഒരു ക്ലിയർ ആയി ഒന്നും പറഞ്ഞു കേട്ടല്ലോ അല്ലേ? കേട്ടോ? കേട്ടോ. ആ ശരി. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് കിലോന്യൂട്ടൺ. അത് നേരത്തെ പോലെ എല്ലാ സംഭവങ്ങളും എഴുതി വെക്കണം കേട്ടോ. സ്കെയില്, ടൈറ്റിൽ അതൊക്കെ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട്. അതെന്താണ്? σ1 =
സിഗ്മ 3 ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 2c ടാൻ ആൽഫ. അത് അനലിറ്റിക്കൽ മെത്തേഡാണ്. സിഗ്മ 3 ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇത് ഗ്രാഫിക്കൽ മെത്തേഡും ഇത് അനലിറ്റിക്കൽ മെത്തേഡും. ഇങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും? സിഗ്മ 1 തന്നിട്ടുണ്ട്, സിഗ്മ 3 തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? സിഗ്മ 1 എന്ന് പറയുമ്പോൾ 300 അല്ലെ, 300 ഈക്വൽ ടു എന്ത് വരും? സിഗ്മ 3 300 ഈക്വൽ ടു മൈനർ 100 ആണ്. 100 ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 2c എന്ന് പറയുമ്പോൾ 2 × 20. അപ്പം എന്ത് വരും? 40. 2c എന്ന് പറയുമ്പോൾ 40 അല്ലേ? ആ 240 വരും. 40 ടാൻ ആൽഫ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 300 ഈക്വൽ ടു 100x² അങ്ങനെ ചെയ്തൂടെ? ടാൻ ആൽഫനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പം x² പ്ലസ് 40x എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് എക്സ് സോൾവ് ചെയ്യാം. അപ്പം അവസാനം എക്സിന് ഒരു വാല്യൂ കിട്ടും. എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ആൽഫ തന്നെയാണ്. എന്നിട്ട് അപ്പം അതിൽ നിന്ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കിട്ടും. ആൽഫ ഇത്ര ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫ ഈക്വൽ ടു 45 പ്ലസ് 5/2. അപ്പം അതിൽ നിന്നും 5 കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ ശരിയാവുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവർ ചോദിച്ചിട്ടുണ്ട്. മേ ബി ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ പരീക്ഷയ്ക്കും ചോദിക്കാം. അതുകൊണ്ട് ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിൽ അത് ഞാനപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഗ്രാഫിക്കലി വരയ്ക്കുക. ഗ്രാഫിക്കൽ വേ എന്ന് പറഞ്ഞിട്ട് വരയ്ക്കുന്നു, അനലിറ്റിക്കൽ വേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിഗ്മ 3 ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞിട്ട് രീതിയിൽ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ഇതിലേക്ക് കിടക്കുകയാണ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിലൊന്നുമില്ല. ഇതിൽ ജി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചൂടെ? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗാമ എസ് എന്ന് പറയുമ്പോൾ എന്താ? ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഗാമ ഡബ്ല്യു 10 9 അസ്യൂം ചെയ്യുകയാണെങ്കിൽ 10 ആണെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ആദ്യമേ എഴുതി വെക്കണം കേട്ടോ. ജി തന്നിട്ടുണ്ട്, അവോയ്ഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0.9 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ kN/m³. അപ്പോൾ അത് കിട്ടും. ഇനി ഗാമ സാറ്റ് എന്തായിരിക്കും? ഗാമ സാറ്റ് എസിന് ഇവിടെ 0.9 സ്ഥാനത്ത് 1 കൊടുക്കുക. ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ എസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഗാമ ഡ്രൈ ആണ്. ഗാമ ഡ്രൈ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം? ബാക്കി ഒരു വ്യത്യാസവും ഇല്ല. എസ് എത്രയായിരിക്കും? ഡ്രൈ ആണെങ്കിൽ വോയിഡ്സിൽ വെള്ളമില്ല. സോ ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 0. ഇനി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഗാമ സബ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ G-1 അത് ചെയ്യാം, അല്ലെങ്കിൽ ഗാമ സാറ്റ് അറിയാമെങ്കിൽ ഗാമ സാറ്റിൽ നിന്ന് നിങ്ങൾ 10 ആണെങ്കിൽ എടുത്തതെങ്കിൽ ആ 10 മൈനസ് ചെയ്യാം. ഗാമ ഡബ്ല്യു 10 ആണ് എടുത്തതെങ്കിൽ ആ 10 എത്രയാണോ കൊടുത്തത്. അപ്പോൾ അത് ഓൾറെഡി ഇതിൽ അതേ കൊടുത്തതുകൊണ്ട് ആ വേരിയേഷൻ എല്ലാത്തിനും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അസ്യൂം ചെയ്ത വാല്യൂ തന്നെ ഇവിടുന്ന് 10 ആണെങ്കിൽ 10 മൈനസ് ചെയ്യുക, 9.8 ആണെങ്കിൽ അത് മൈനസ് ചെയ്യുക. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ലേ എന്ന് നോക്കുക കേട്ടോ. മനസ്സിലായി? എന്നിട്ട് ഗാമ സബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗാമ ഡാഷ് എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. ലാസ്റ്റ് ഫൈനൽ ആൻസറുകളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ട്. അപ്പോൾ ഇത് ഒന്ന് എഴുതി പഠിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ആ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ സോയിൽ ഹാസ് ബീൻ കോമ്പാക്റ്റഡ് ഇൻ എംബാക്ക്മെന്റ് അറ്റ് എ ബൾക്ക് ഡെൻസിറ്റി ഓഫ് 2.2145 കിലോഗ്രാം, വാട്ടർ കണ്ടന്റ് 12%. ജി തന്നിട്ടുണ്ട്, ജി ആണ്, ജി ഈസ് 12. ഡ്രൈ ഡെൻസിറ്റി ഇതേ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഗാമയല്ല, നമുക്കിവിടെ റോ എന്ത് കണ്ടുപിടിക്കാം? റോ ഓഫ് ദി സോയിൽ. അപ്പോൾ നമ്മൾ 1000 kg/m³ ആണെങ്കിൽ 2.145 g/cc ആണ് നമ്മുടെ സോയിലിൻ്റെ എന്ത് വരിക? ഡെൻസിറ്റി വരിക. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ചൂടെ? എന്താണ്? റോ ഡി ഈക്വൽ ടു റോ എസ് ബൈ, അപ്പോൾ റോ എസിൻ്റെ വാല്യൂ ഉണ്ട് 1 പ്ലസ് 0.12 ഈസ് യുവർ വാട്ടർ കണ്ടന്റ്. 0.12 തന്നെ ഇട്ട് കൊടുക്കണം. മനസ്സിലായി? അപ്പോൾ അത് കിട്ടി, ഡ്രൈ ഡെൻസിറ്റി കിട്ടി. ഡ്രൈ ഡെൻസിറ്റി കിട്ടിയാൽ നമ്മൾ എങ്ങനെ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാറ്? വി നോ, അതർവൈസ് വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ ദ ഡ്രൈ ഡെൻസിറ്റി, ജി പ്ലസ് ഇ എസ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു റോ ഡബ്ല്യു അല്ലേ? ഇതല്ലേ ഇക്വേഷൻ റോ ഡിക്ക്? ഇതാണ്. ഇനി ഇതിൽ റോ ഡി ഈസ് ഈക്വൽ ടു എന്നാണ് ഇവിടെ ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഡ്രൈ ആയതുകൊണ്ട് ഇത് എസ് 0 ആണ്. മനസ്സിലായോ? അപ്പോൾ എന്തുണ്ടാവില്ല? ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജി അറിയാം, റോ ഡബ്ല്യു അറിയാം,
റോ ഡി ഇപ്പോൾ ഓൾറെഡി ഈ സ്റ്റെപ്പിൽ നിന്ന് കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇ കിട്ടുന്നു. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കണക്ക് കേട്ടോ. ഇ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് n ഈക്വൽ ടു പൊറോസിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ E/1 + E ചെയ്ത് കഴിഞ്ഞാൽ പൊറോസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഇവിടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അറിയാം. ഇപ്പോൾ ഈ കിട്ടിയെങ്കിൽ ES = WG ചെയ്യുന്നു. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കുന്നു. ഇനി ഇതിൽ ഒരു ഇതുണ്ട്, എന്താണ് കണ്ടോ, എയർ കണ്ടന്റിന് ഒരു ഇക്വേഷൻ ഉണ്ട് അത്രേ. അതായത് എയർ കണ്ടന്റ് എ എന്ന് പറയുമ്പോൾ AC എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെറിവേഷനിൽ പഠിച്ചിട്ടുണ്ട്. AC = N × എന്തോ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. പക്ഷേ അവിടെ ഇതറിയില്ല, എന്തോ ഒരു സാധനം പെർസെൻറ്റേജ് എയർവോയിഡ്സ് എന്നെ എന്തോ അറിയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും തമ്മിൽ ബന്ധം. S അറിയാമെങ്കിൽ 1 S മൈനസ് ചെയ്ത് എന്ത് കിട്ടും? എയർ കണ്ടന്റ് കിട്ടും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ, കാരണം ഇതിവിടെ ഇവർ ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? എയർ കണ്ടന്റ് എന്താ? അതായത് നിങ്ങൾ ആലോചിച്ചോ, 3 ഫേസ് ഡയഗ്രം ആലോചിച്ചോ. 3 ഫേസിൽ 82% വെള്ളമാണെങ്കിൽ ബാക്കിയുള്ളത് എയർ ആണെന്നുള്ള അർത്ഥമാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ എടുക്കുക. 2 അത് ആ രീതിയിലാണ്. വോയിഡ്സിൽ 82% വെള്ളവും ബാക്കിയുള്ള വോയിഡ്സിൽ 17.2 വാട്ടറും എയറും അല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് 100 അത് കുറയ്ക്കണം. 100 കുറയ്ക്കുകയാണെങ്കിൽ 100 - 82 ചെയ്യുക. 100 ആണെങ്കിൽ 1 - 0.828 മൈനസ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മുടെ 3 ഫേസ് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാലേ വോയിഡ്സ് വരുമ്പോൾ വോയിഡ്സിൽ എന്താ വരുന്നത്? വോയിഡ്സ് എയർ വോയിഡും ഉണ്ട്, വാട്ടർ വോയിഡ്സിൻ്റെയാണ് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതാണ് ഇത് വരിക. മനസ്സിലായോ? ഇനി ഇതിലൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. വുഡ് ഇറ്റ് ബി പോസിബിൾ ടു കോമ്പാക്ട് ദി അബവ് സോയിൽ അറ്റ് എ വാട്ടർ കണ്ടൻസിറ്റി 13.5 to a dry density? ഇത് 3 ഹൈ ലെവൽ ക്വസ്റ്റൻ ആണ്. ഇത് ഇവർ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ചെക്ക് പോസിബിലിറ്റി ന്യൂ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് സിമ്പിളായിട്ട്, ഇത് ഇവരെ ഉള്ളത് വളരെ സിമ്പിളാണ്. ഈ സംഭവം പഠിച്ചു വെച്ചോളൂ, എയർ കണ്ടന്റ്. ഇനി വുഡ് ഇറ്റ് ബി പോസിബിൾ ടു കോമ്പാക്ട് ദി അബവ് സോയിൽ അറ്റ് എ വാട്ടർ കണ്ടന്റ് 13.5 to a dry density of 2000 kg/m3. അപ്പോൾ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഡ്രൈ ഡെൻസിറ്റി 2000, വാട്ടർ കണ്ടന്റ് 13, ആ ലൈൻസ് മാത്രം പിക്ക് ചെയ്യാം. വാട്ടർ കണ്ടന്റ് എത്രയാണ് അവർ പറഞ്ഞിരിക്കണേ? 13.5, ഡ്രൈ ഡെൻസിറ്റി 2000. മനസ്സിലായോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. റോഡി അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാമെങ്കിൽ ആ റോഡി അതിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ സാധാരണ സ്റ്റെപ്പ്. റോഡി വാട്ടർ കണ്ടന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ E = നമ്മുടെ 0W/1 + E = റോഡി. അതിൻ്റെ ബേസിൽ നമുക്ക് E കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ E കിട്ടി. അങ്ങനെ ചെയ്തപ്പോൾ E 0.325 ആണ് കിട്ടി. E കിട്ടിയാൽ ES = WG എന്ന WS കിട്ടി. പക്ഷെ എസിൻ്റെ ആൻസറിലാണ് പ്രശ്നം. S ഒരിക്കലും 100-നേക്കാളും കൂടുതൽ വരാൻ പാടില്ല. എന്താണ്? S ഒരിക്കലും 100% കൂടുതൽ വരാൻ പാടില്ല. പക്ഷേ ഈ കണക്ക് ചെയ്തപ്പോൾ S 110% വന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കനോട്ട് എക്സിഡ് മാക്സിമം വാല്യൂ എപ്പോഴും വോയിഡ്സിൽ 100% അല്ലേ വെള്ളം ഉണ്ടാകാൻ പറ്റുള്ളൂ. വോയിഡ്സിൽ 100% വെള്ളം, അല്ലാതെ 110% വെള്ളം വരാൻ പറ്റില്ലല്ലോ. വോയിഡ്സ് തന്നെ 100 ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ 110 വന്നതുകൊണ്ട് കണ്ടീഷൻ ഫിസിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ഈ വാട്ടർ കണ്ടന്റ് ഒഴിച്ചിട്ട്, ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തിയററ്റിക്കലി പ്രൂവ്ഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ പഠിക്കുക. ഇതിൽ ഞാൻ ആൻസർ വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയുള്ളൂ, അതോടെ നമ്മുടെ ഡിസ്കഷൻ കഴിയും. നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ അവർ വെച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ 0.8 ആണ്. വാട്ടറിൻ്റെ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1 അല്ലേ, 1 ആണ് വരിക. പക്ഷേ ഇത് എന്താണ്? കെറോസിൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക എന്നാണ് പറയുന്നത്. W2 - W1 നമ്മുടെ സാധാരണ ഇക്വേഷൻ തന്നെ. പക്ഷെ അതിനെ ഒരു 0.8 വെച്ച് ഈ ഇതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ട്, ഡെൻസിറ്റി അല്ല സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മറ്റേത് 1 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്. ഇവിടെ ആ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 വെച്ച്. അപ്പോൾ എന്ത് വന്നു ഇവിടെ? കണ്ടോ, ഡ്രൈ സോയിൽ പ്ലസ് ബോട്ടിൽ 131, ഡ്രൈ ബോട്ടിൽ ഓൺലി 180. അപ്പോൾ 131 - 80 ആണ് ന്യൂമറേറ്ററിൽ വരിക, ഡിവൈഡഡ് ബൈ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇത് പഠിക്കാട്ടോ, അത് വാട്ടറിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 260 - 80 അല്ലേ? എല്ലാം വെള്ളം, ബോട്ടിലും വെള്ളവും മാത്രം, ബോട്ടിലും കെറോസിനും മാത്രം 260. അപ്പോൾ 260 - 80 ഹോൾ -
296 മൈനസ് 131. ഈ 131 നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്, മറ്റേ വെള്ളത്തിൻ്റെ ചെയ്ത പോലെ തന്നെ. പക്ഷേ അതിനെ 0.81 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? സോയിൽ ഏത് ഇതാണെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിൽ, ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും നമുക്ക് സോയിലിൻ്റെ ആൻസർ അത് തന്നെ വരും. അപ്പോൾ അതിനെ ഒരു ഇക്വലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒബ്സർവേഷൻ്റെ എറർ എലിമിനേറ്റ് ആക്കാനായിട്ടാണ് നമ്മൾ അതിൻ്റെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒന്ന് ചെയ്തു നോക്കുക. ഇതാണ് നമ്മുടെ ഇതിലെ ട്യൂട്ടോറിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ട്യൂട്ടോറിയൽ 2 ഉണ്ടെന്ന് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വോയിസ് ആയിട്ടോ, അതായത് ഇതിലെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് കുറച്ചൊരു ഹയർ എൻഡ് ആണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ എടുക്കാം. അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോൾ റെക്കോർഡഡ് ക്ലാസ് മീൻസ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ല, ഒരു വോയിസ് ആയിട്ട് എങ്ങാനും ഗ്രൂപ്പിലിടാം. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ടിലേക്ക് എഴുതിയാൽ അവർ ഓൾ ട്യൂട്ടോറിയൽസ് ആർ ഓവർ വിത്ത് റെസ്പെക്ട് ടു ദ ടോപ്പിക്സ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നിർത്താം കേട്ടോ. ഇവിടെ ഉള്ളവരോടൊക്കെ താങ്ക് യു പറയുന്നു. ഇതൊക്കെ നോക്കി പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. Thank you, Miss. ഓക്കെ.